ഹലോ. ദക്ഷിണ ലേണിംഗ്സിന്റെ എക്കണോമിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയാണ്. ഓക്കെ, ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. സാധാരണഗതിയിൽ നമ്മൾ ഈ സെക്ടർ എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്ന് മാത്രമേ നമ്മൾ സാധാരണ പഠിക്കാറുള്ളൂ. പക്ഷേ ഇത് മാത്രമല്ലാതെ വളരെ വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് നമ്മുടെ എക്കണോമിക് സെക്ടറുകളെ നമുക്ക് വേർതിരിക്കാൻ കഴിയും. അതിനകത്തൊക്കെ നമുക്ക് ഒത്തിരി കീ ടേംസ് വരും. പലപ്പോഴും UPSC എക്സാമിന് ആ ടേമുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക് ട്രെൻഡ് പഠിച്ച സമയത്ത് നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ എക്കണോമി, നമ്മുടെ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല പല സാധനങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ് സെക്ടേഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എക്കണോമിക്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. നമുക്കിന്ന് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഇന്നൊരു മൈൻഡ് മാപ്പിന്റെ രൂപത്തിലാണ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരി, ആയിക്കോട്ടെ. ആദ്യമായിട്ട് തന്നെ എന്താണ്, നമുക്ക് ഇന്ത്യൻ എക്കണോമിക് സെക്ടറിനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. അതിലൊന്ന് ഓൺ ദ ബേസിസ് ഓഫ് സെക്ടേഴ്സ്, സെക്ടറുകളുടെ ബേസിസിൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിയെ തിരിക്കാം. അതായത് നമ്മൾ ഈ സാധാരണഗതിയിൽ പറയുന്ന പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. 1 മിനിറ്റ്. ഓക്കെ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. ഇത് ഓൺ ദ ബേസിസ് ഓഫ് സെക്ടേഴ്സ് ആണ്. എന്നാൽ അത് മാത്രമല്ല ക്ലാസിഫിക്കേഷൻ. പിന്നെയോ ഓൺ ദ ബേസിസ് ഓഫ് വർക്ക് കണ്ടീഷൻ. വർക്ക് കണ്ടീഷനെ അനുസരിച്ച് നമുക്ക് സെക്ടറുകളെ ഓർഗനൈസ്ഡ് സെക്ടർ എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും തിരിക്കാം. എന്താണ് മക്കളെ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലാളികൾക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്കൂൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ അവർ പൊതുവെ ഒരു ഓർഗനൈസ്ഡ് സെക്ടറാണ്, അല്ലെ? കാരണം അവർക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, അധ്യാപക സംഘടനകൾ ഉണ്ടാകും. അങ്ങനെ ഉള്ളത് കൊണ്ട് എന്താ പ്രയോജനം? ഈ അധ്യാപകർക്കെതിരായി എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവരെ ദോഷമായി ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നിയമം വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഈവന്റ് ഉണ്ടാകുന്നു എങ്കിൽ അവർക്ക് ഒരുമിച്ച് നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ശബ്ദിക്കാൻ കഴിയും. സാലറിയിൽ അവർക്ക് പോരാന്ന് തോന്നുന്നു, അവർക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ശബ്ദിക്കാൻ കഴിയും. അതുപോലെ തന്നെ അതൊരു ഗ്രൂപ്പായി വരുമ്പോൾ ആ ഗ്രൂപ്പിന്റെ മുഴുവൻ ഇൻകവും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ട്രേസബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ GDPയിലുള്ള അതിന്റെ കോൺട്രിബ്യൂഷനും മറ്റും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജുകൾ ഓർഗനൈസ്ഡ് സെക്ടറിനുണ്ട്. എന്നാൽ എന്താണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ? പ്രധാനമായി നമുക്ക് പറയാവുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ്, അല്ലെ? സ്വന്തമായി തനിക്ക് താൻ തന്നെ തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരാള് ഒരു ചെറിയൊരു പെട്ടിക്കട വെച്ച് നടത്തുകയാണ്, വീട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല, അല്ലെ? അപ്പൊ അദ്ദേഹം ഒരു കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംസാരിക്കാൻ സാധാരണഗതിയിൽ ഒരു ഗ്രൂപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയാം. കാര്യം അവർ അൺഓർഗനൈസ്ഡ് ആണ്, അല്ലെ? ഇപ്പൊ പിന്നെ എല്ലാവർക്കും സംഘടനകൾ വരുന്നുണ്ട് എല്ലാ മേഖലകളിലും. ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ട്യൂഷൻ ടീച്ചേഴ്സ്, അത് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിരുന്നു. ഇപ്പോൾ അവർക്ക് എന്തുണ്ട്? അസോസിയേഷൻ ഉണ്ട്. ചെറുകിട വ്യാപാരികൾ പണ്ട് അവർ അൺഓർഗനൈസ്ഡ് ആയിരുന്നു, ഇപ്പൊ എന്താണ്? ഓർഗനൈസ്ഡ് ആണ്. പല സ്ഥലങ്ങളിലും ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അവരെ ഈ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അവരെ കണക്കാക്കാം എന്നുള്ളതാണ്. ഓർഗനൈസ്ഡ് ആണോ അൺഓർഗനൈസ്ഡ് ആണോ എന്ന ബേസിസിൽ നമുക്ക് സെക്ടറുകളെ വേർതിരിക്കാം. പിന്നെയോ ഓൺ ദ ബേസിസ് ഓഫ് അസറ്റ് ഓണർഷിപ്പ്. ആരാണ് ഇതിന്റെ ഓണർ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് സെക്ടർ എന്നും നമ്മുടെ രാജ്യത്തെ കമ്പനികളെയും സ്ഥാപനങ്ങളെയൊക്കെ വേർതിരിക്കാം. എന്താണ് പബ്ലിക് സെക്ടർ? പബ്ലിക് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ ഈസ് ദ പബ്ലിക്, അല്ലേ? പ്രധാനമായിട്ടും നമ്മൾ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ, അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു പബ്ലിക് സെക്ടർ എൻറ്റിറ്റിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അല്ലെ? ഇതൊക്കെ ഗവൺമെന്റ് ഈസ് ഓണിങ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും ഗവൺമെന്റ് ഈസ് എ കെയർ ടേക്കർ, അല്ലേടാ? ഇത് ശരിക്കും ഇത് ആരുടേതാണ്? പബ്ലിക്കിൻ്റെതാണ്. ദ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് അത് ഒരു ടൈപ്പ് ഓഫ് സെക്ടറാണ്. എന്നാൽ അതേസമയത്ത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാലോ അതൊരു വ്യക്തി ഓൺ ചെയ്യുന്നതാണ്, അല്ലെ? ഒരു വ്യക്തി. ഉദാഹരണത്തിന് എന്താണ്? റിലയൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഏതർ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അതൊരു ബിസിനസ് ഗ്രൂപ്പ്, ഒരു ഫാമിലിയോ ഓൺ ചെയ്യുന്ന സാധനമാണ്. നമ്മളെ വീടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് അത് പ്രൈവറ്റ് സെക്ടറാണ്, അല്ലെ? ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്ടറുകളെ തരംതിരിക്കും. ഇതിനൊക്കെ പുറമെ
നമ്മൾ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ്? എക്കണോമിക് സെക്ടറിനെ നമുക്ക് പ്രൈവറ്റ് സെക്ടർ, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടർ അഥവാ പബ്ലിക് സെക്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെന്താണ്? ഹൗസ് ഹോൾഡ് സെക്ടർ, പിന്നെന്താണ്? എക്സ്റ്റേണൽ സെക്ടർ. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ഇത് കഴിഞ്ഞ ശേഷം അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ആദ്യമായിട്ട് നമുക്ക് പ്രൈമറി സെക്ടറിനെ കുറിച്ച് നോക്കാം. സോ ഓൺ ദ ബേസിസ് ഓഫ് സെക്ടേഴ്സ് നമുക്ക് എക്കണോമിക് സെക്ടറുകളെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ടെറിഷറി എന്നും മൂന്നായിട്ട് തിരിക്കാം. ക്വാർട്ടേണറി എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ അതുകൂടെ പറയുന്നുണ്ട്. ശരിക്കും ക്വാർട്ടേണറി എന്ന് പറയുന്നത് ഒരു തരം ടെറിഷറി സെക്ടറിന്റെ ഒരു വകതിരിവാണ്. ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ പൊതുവെ സർവീസുകളെയാണ് ഉദ്ദേശിക്കുക. ക്വാർട്ടേണറി എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ സർവീസുകളെ മാത്രം. സോ ദേ ആർ ഓൾസോ സർവീസസ്, ബട്ട് ദേ ആർ ഇന്റലക്ച്വൽ സർവീസസ്. അങ്ങനെയുള്ളവർ വെച്ചിട്ടാണ് ക്വാർട്ടേണറി സെക്ടർ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാവും. ആയിക്കോട്ടെ, സോ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പ്രൈമറി സെക്ടറിനെ കുറിച്ചിട്ടാണ്. പ്രൈമറി സെക്ടറിനെ കുറിച്ച് എന്തൊക്കെയാണെടാ നമുക്ക് നോക്കേണ്ടത്? ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കുക, പ്രൈമറി സെക്ടർ എന്നാൽ എന്ത്? ആൻസർ ഇതേ ഉള്ളൂ. ഡയറക്റ്റായി എർത്തിൽ നിന്ന് സാധനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖലയാണ് ഈ പറയുന്ന പ്രൈമറി സെക്ടർ. ഡയറക്റ്റായി എർത്തിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ മൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ ഭൂമി കുഴിക്കുന്നു, ഭൂമിക്കടിയിൽ നിന്ന് ഇപ്പോൾ ഇരുമ്പ് നിർമ്മാണത്തിനുള്ള റോ മെറ്റീരിയൽ ഹെമറ്റേറ്റ്, മാഗ്നേറ്റ് മുതലായ നമ്മൾ എടുക്കുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ കോപ്പറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്സ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കുഴിച്ചെടുക്കുന്നു. ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൈൻ ചെയ്തിട്ട് മെറ്റൽസ് എടുക്കാറുണ്ട്, അല്ലേ? പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ എണ്ണക്കിണറുകൾ ഉള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലേ? ഇന്ത്യയിലും എണ്ണക്കിണറുണ്ട് കേട്ടോ. ഇന്ത്യയിൽ എണ്ണക്കിണറുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള, അറേബ്യൻ കൺട്രികളിലൊക്കെയുള്ള എണ്ണക്കിണറുകളെ കുറിച്ചാണ്. സോ അവർ മണ്ണിൽ നിന്ന് കുഴിച്ചാണ് ഇത് എടുക്കുന്നത്, അല്ലേ? സോ ഈ പറയുന്ന മൈനിങ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെക്ടറാണ്. പിന്നെയോ അഗ്രികൾച്ചർ. കൃഷിയിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ അല്ലേടാ നമുക്ക് വേണ്ട സാധനങ്ങൾ നിർമ്മിക്കുക. സോ അഗ്രികൾച്ചർ ആകട്ടെ, അതുപോലെ മൈനിങ് ആകട്ടെ, ഫോറസ്ട്രി ആകട്ടെ. ഫോറസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപരിപാലനം പോലെയുള്ള കാര്യങ്ങൾ. ഈ ഫോറസ്ട്രിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് കാട്ടുതേൻ വേണമെങ്കിൽ കാട്ടുതേനീച്ചയെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സാധാരണ തേനീച്ചകളാണ് നമ്മൾ കൃഷി ചെയ്തെടുക്കുക. മറ്റേത് ഫോറസ്ട്രി നമ്മൾ ചെയ്യുന്നത് മൂലം നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽ, ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാട്ടുതേൻ പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും, അല്ലേ? പിന്നെ എന്താണ്? ഫിഷിംഗ്. മത്സ്യത്തെ നമ്മൾ കൃത്രിമമായി നിർമ്മിക്കുന്നതല്ല, അത് പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. സോ എർത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതെന്നല്ല, നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന സാധനങ്ങൾ, അവയെ എടുക്കുന്ന ആ ഒരു സെക്ടറിന് പറയുന്ന പേരാണ് പ്രൈമറി സെക്ടർ. ആയിക്കോട്ടെ. ദെൻ കോർ ആക്ടിവിറ്റീസ്, അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്ട്രി, ഫിഷിംഗ് മുതലായ കാര്യങ്ങളാണ് അവിടെ വരിക. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി മനസ്സിനകത്ത്. എക്സാമിന് ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി സെക്ടേഴ്സ്? താഴെ പറയുന്നവയിൽ പ്രൈമറി സെക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിക്കും. ആ സമയത്ത് ഈ സാധനം നമുക്ക് നേച്ചുറൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്ന സാധനമാണോ എന്ന് നോക്കുക. ആണെങ്കിൽ ദേ വിൽ ബി പ്രൈമറി സെക്ടർ. അത് പ്രൈമറി സെക്ടറിന്റെ ഭാഗം ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ പ്രൈമറി സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പൊതുവെ റെഡ് കോളർ ജോബുകാരെന്നാണ് വിളിക്കുക കേട്ടോ. നമ്മൾ ഈ വൈറ്റ് കോളർ ജോബ്, ബ്ലൂ കോളർ ജോബ് എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഇത് റെഡ് കോളർ ജോബ് എന്നറിയപ്പെടും കേട്ടോ. സോ ദ വേർഡ് റെഡ് കോളർ ജോബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സെക്ടർ ഓഫ് ദ ഇന്ത്യൻ എക്കോണമി എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ. പല രീതിയിൽ ആൾക്കാർ ഇത് പറയാറുണ്ട്. പക്ഷേ അഗ്രികൾച്ചർ മാത്രമല്ലല്ലോ ഇതിനകത്ത് വരുന്നേ, വേറെയും കാര്യങ്ങൾ വരുന്നില്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ ഇതിനെ ജസ്റ്റ് നാച്ചുറൽ റിസോഴ്സുകൾ കിട്ടുന്ന സാധനം അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നതിനേക്കാൾ. ഓക്കെ, നൗ ഇതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എക്സെട്ര. അല്ലടാ, നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണം. സോ പ്രൈമറി സെക്ടർ ആണല്ലോ നമുക്ക് ഈ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയോ ക്ലോത്തിങ്, വസ്ത്രം നിർമ്മിക്കുന്നതിന് നമ്മൾ കോട്ടൺ ഉപയോഗിക്കാറുണ്ട്. കോട്ടൺ എന്ന് പറയുന്നത് അതൊരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. പരുത്തി, അല്ലേ? പരുത്തിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്.
ഇപ്പോൾ സിൽക്ക് ഡ്രസ്സ് ആകട്ടെ, സിൽക്ക് വേമിൽ നിന്നാണ് എടുക്കുന്നത്, അത് നേച്ചുറലി ഉള്ള ഒരു സാധനമാണ്. ഇത്തരത്തില് നമ്മുടെ ഡ്രസ്സ് നിർമ്മിക്കാനുള്ള സാധനങ്ങൾക്ക് അത് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താ, ഷെൽട്ടർ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാം, എന്നിട്ട് അതുകൊണ്ട് ചുടുകല്ലും മറ്റുമൊക്കെ നിർമ്മിക്കാം. മരം, അല്ലെ, നമുക്ക് വീട് പണിയാൻ പല സ്ഥലത്തും മരം ഉപയോഗിക്കേണ്ടി വരും. സോ ഇതൊക്കെ നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്നാണ് കിട്ടുക. സോ പ്രധാനമായിട്ടും ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് എക്സെട്ര. വളരെ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പൊതുവെ പ്രൈമറി സെക്ടറിൽ നിന്നാണ്. പിന്നെയോ എന്താണ് ഈ പ്രൈമറി സെക്ടറിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി സെക്ടറിന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പ്രൈമറി സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വരുമാനം പൊതുവെ കുറവായിരിക്കും. നമ്മൾ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യും, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറെ ഇഷ്യൂസ് മനസ്സിലാവും. സോ ഇത്തരം ഇഷ്യൂസ് ഉള്ളത് പ്രധാനമായിട്ടും വരുമാനം കുറവായിരിക്കും. ഒരു സ്ഥിര വരുമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെന്താണ്, സ്വാഭാവികമായി ഒരു രാജ്യം വളരുന്നതിനനുസരിച്ച് ആ രാജ്യം തുടക്കത്തിൽ ഒരു രാജ്യം ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൈമറി സെക്ടർ ആയിരിക്കും അവിടെ കൂടുതൽ. അപ്പൊ ഞാൻ പുതുതായി ഒരു ഐലൻഡ് എക്കണോമി തുടങ്ങിയെന്ന് വിചാരിക്കും. ഒരു പുതിയ ഐലൻഡിൽ ഞാൻ എത്തിപ്പെട്ടു. ആ ഐലൻഡിൽ എനിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ സാധനം എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഭക്ഷണമാണ്. അപ്പൊ ഞാൻ മാത്രം ജീവിക്കുന്ന ഒരു ഐലൻഡ്, അല്ലെങ്കിൽ ഞങ്ങൾ 10 പേര് ഞങ്ങളൊരു ഐലൻഡിൽ അകപ്പെട്ടു പോയി. അപ്പൊ അവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങേണ്ട കാര്യമില്ല. കാര്യം ആദ്യം നമുക്ക് വേണ്ടത് ഭക്ഷിക്കാനുള്ള സാധനമാണ്, അല്ലേ? സോ എപ്പോഴും ഒരു എക്കണോമി തുടങ്ങുന്ന സമയത്ത് അവര് അഗ്രികൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയുള്ള ഒരു സൊസൈറ്റി, ഒരു ഓർഗാനിക് വളർച്ചയുള്ള ഒരു എക്കണോമിക് സിസ്റ്റം. നമ്മൾ കൃത്രിമമായി വളർത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഹയർ സ്റ്റെപ്പിലേക്ക് പോകാം. പക്ഷെ ഓർഗാനിക് ആയിട്ട് വളരുന്ന ഒരു എക്കണോമി എപ്പോഴും ആദ്യം ഈ പറയുന്ന പ്രൈമറി സെക്ടറിലായിരിക്കും തഴച്ച് വളരുക. പക്ഷേ സ്ലോലി they will turn to secondary sector, tertiary sector and all, which means ദിവസം കഴിയുന്നവർ മക്കളെ സ്വാഭാവികമായിട്ടും ഈ പ്രൈമറി സെക്ടറിന്റെ അളവ് കുറഞ്ഞു വരുമെന്നതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്. അതാണ് ഡിക്രീസിങ് സിഗ്നിഫിക്കൻസ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് രാജ്യം ഉയരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മക്കളെ ഏകദേശം 18.2% 2023 കണക്ക് പ്രകാരം GDP-യിൽ അഗ്രികൾച്ചറിന്റെ നമ്മുടെ ഈ പറയുന്ന പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ. അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ചും അതിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ്സ് ഇൻ എക്കണോമി. കാണാത്തവർ അതൊന്നുകൂടെ കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ഇതിനകത്ത് ധാരണ. അവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. എക്കണോമിക് ട്രെൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെ സെക്ടർ എത്രത്തോളം ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. ദെൻ എസെൻഷ്യൽ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, വേറെ എന്തിനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് ഉണ്ടോ? അഡ്വാൻറ്റേജസ് ഓഫ് അവർ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ നമുക്ക് എന്തിനൊക്കെ സഹായിക്കൂടാ? ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ്. നമുക്ക് എന്ത് ഫാക്ടറിയിൽ എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും, ഫാക്ടറി ബിസിനസ് അല്ലല്ലോ ചെയ്യുന്നത്, ഫാക്ടറിയിൽ നമുക്ക് എന്ത് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? അടിസ്ഥാനപരമായിട്ട് റോ മെറ്റീരിയൽ വേണം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാർ നിർമ്മിക്കുന്ന കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ കാർ നിർമ്മിക്കണമെങ്കിൽ എനിക്ക് കാറിന്റെ ബോഡി നിർമ്മിക്കാൻ മെറ്റൽ വേണം. മെറ്റൽ എവിടെ നിന്നാണ് കിട്ടണേ? മണ്ണിനടിയിൽ നിന്ന് റോ മെറ്റീരിയൽ കുഴിച്ചെടുത്ത് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റൽ ഉണ്ടാക്കുന്നത്. സോ കാർ കമ്പനി ഓടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന മെറ്റൽ വേണം, അല്ലെ? ഇതുപോലെ തന്നെ നിങ്ങൾ ഏത് മാനുഫാക്ചറിങ് എടുത്തു കഴിഞ്ഞാലും ആ മാനുഫാക്ചറിങ്ങിലെല്ലാം വി നീഡ് സം റോ മെറ്റീരിയൽസ്. ഈ റോ മെറ്റീരിയൽസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രൈമറി സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെയോ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷണം നമുക്ക് കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. നേച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണത്തിന് നമുക്ക് കൃത്രിമമായി രൂപമാറ്റം ചെയ്തെടുക്കാമെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ട് ഫുഡ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി സെക്ടറിൽ നിന്നാണ്. പിന്നെയോ എംപ്ലോയ്മെന്റ് ജനറേഷൻ. മക്കളെ, ഒരുപാട് ഗ്രാമങ്ങൾ, വികസനം എത്താത്ത ഗ്രാമങ്ങൾ, വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങൾ, അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ഗ്രാമങ്ങൾ, ഇത്തരത്തിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ആൾക്കാരുടെ പ്രധാന അത്താണി എന്ന് പറയുന്നത്, പ്രധാന വരുമാനം എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്. കാരണം കൃഷി ചെയ്യാൻ പൊതുവേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെയും മറ്റൊന്നും ആവശ്യം അധികം ഇല്ല എന്നുള്ളതാണ്. സോ കൃഷി പോലെ തന്നെ മറ്റ് പ്രൈമറി ആക്ടിവിറ്റീസിലും ഒത്തിരി കാര്യങ്ങൾ പ്രത്യേക സ്കില്ലോ പ്രത്യേക ടെക്നോളജികളോ
പ്രത്യേക ഫെസിലിറ്റികളോ വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ബേസിക് ലെവൽ ഓഫ് പീപ്പിൾസിന് ഒരു എംപ്ലോയ്മെന്റ് മാർഗമായിട്ട് ആർക്ക് മാറാൻ സാധിക്കും? നമ്മുടെ പ്രൈമറി സെക്ടറിൽ മാറാൻ സാധിക്കും. പിന്നെയോ റൂറൽ ഡെവലപ്മെന്റ്, നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയകളിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം നൽകുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ മേഖല തന്നെയായിരിക്കും. പിന്നെന്താണ്? എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഈസ് ഹൈ ഇല്ലേ? നല്ല രീതിയിൽ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇന്നും വേൾഡിലെ ലീഡിങ് ക്ലോത്ത് ബ്രാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡാണ്. ഇന്ത്യയിൽ പ്രധാനമായും ഗുജറാത്ത്, സൂറത്ത് എന്നൊക്കെ പറയുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ വേൾഡിലെ തന്നെ ടോപ്പ് പ്ലേസുകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ള കോട്ടന് മുസ്ലിൻ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള കോട്ടൺസ് ആകട്ടെ നമ്മുടെ സിൽക്കുകളാകട്ടെ ഇതിനൊക്കെ പഴയ കാലം മുതലേ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് മുതലേ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തും ഡിമാൻഡ് ഉണ്ട്. ഇപ്പോഴും ചൈന നമ്മളെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു, ശരി തന്നെയാണ്. ബട്ട് സ്റ്റിൽ അവർ പ്രോഡക്റ്റ് ഈസ് ദ മോസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അങ്ങനെ പറയുന്നത്. ഏറ്റവും ക്വാളിറ്റി ഉള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ആൾക്കാരുമായി നേരിട്ട് അഭിമുഖം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു എപ്പിസോഡുണ്ട്. സോ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ എത്രത്തോളം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ കോട്ടന്റെ ക്വാളിറ്റി എന്താണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ തുണിയായത് രൂപപ്പെടുത്തി കഴിയുക എന്ന് പറയുന്നത് അതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഞാനിവിടെ പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ചല്ല, നമ്മുടെ കോട്ടനെ കുറിച്ചാണ്. നമുക്ക് എവിടെ നിന്നാണ് കോട്ടൺ കിട്ടുന്നത്? ഫ്രം പ്രൈമറി സെക്ടർ. നമുക്ക് എവിടെ നിന്നാണ് സിൽക്ക് കിട്ടുന്നത്? ഫ്രം പ്രൈമറി സെക്ടർ. സോ നല്ല കോട്ടൺ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ കോട്ടണിൽ പിന്നെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് ആ ഡിമാൻഡ് ഉള്ളത്. നല്ല രീതിയിൽ സിൽക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സിൽക്കിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്തുള്ളത്? ഡിമാൻഡ് ഉള്ളത്. സോ ക്വാളിറ്റി ഉള്ള സിൽക്കും കോട്ടനും ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിൽക്കും കോട്ടനും മാത്രമല്ല, ഫുഡ് ഗ്രെയിൻസ് അല്ലേ? ഇന്ത്യ എപ്പോഴും ഇപ്പോൾ റൈസിന്റെ എക്സ്പോർട്ടിലായാലും മിൽക്കിന്റെ എക്സ്പോർട്ടിലായാലും ഈവൻ മീറ്റിന്റെ എക്സ്പോർട്ടിൽ പോലും ഇന്ത്യ ടോപ്പ് റാങ്കിങ്സ് തന്നെ ഉണ്ട്, നിങ്ങൾക്കറിയാം. സോ ഇത്തരത്തിൽ എക്സ്പോർട്ടിങ്ങിന് നമ്മളെ വളരെയധികം സഹായിക്കാൻ ആർക്ക് സാധിക്കും? പ്രൈമറി സെക്ടറിന് സാധിക്കും. നമുക്കറിയാം നമ്മൾ ഒത്തിരി സാധനമൊന്നും ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുന്നില്ല. നമ്മൾ ഒരുപാട് കാറുകളോ ബൈക്കുകളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒന്നും ഒത്തിരി നമ്മൾ അങ്ങനെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യൽ നമുക്കില്ല. എക്സ്പോർട്ട് സർപ്ലസ് ഉള്ള ഒരു കൺട്രി അല്ല നമ്മൾ ഈ എക്സ്പോർട്ടില് മറ്റ് രാജ്യങ്ങളെക്കാൾ പുറകിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇൻ മാനുഫാക്ചറിങ് ഗുഡ്സ്. അതേസമയം പ്രൈമറി ഗുഡ്സിലേക്ക് വരുമ്പോൾ പല സാധനങ്ങളിലും നമ്മൾ ടോപ്പ് എക്സ്പോർട്ടറാണ് അല്ലേ? ഇപ്പം മിൽക്കും മീറ്റും പോലെയുള്ള സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എക്സ്പോർട്ടേഴ്സ് ആണ് ഇന്ത്യ. സോ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് പൊട്ടൻഷ്യൽ അധികമാക്കുന്നതിന് ആർക്ക് പ്രത്യേക പങ്കുണ്ട്? പ്രൈമറി സെക്ടറിന് പ്രത്യേക പങ്കുണ്ട്. പിന്നെയോ സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെന്റ് ഫോർ എക്സാമ്പിൾ എന്താണ്? റീഫോറസ്റ്റേഷൻ, ഇഫക്റ്റീവ് വാട്ടർ യൂസേജ് പോലെയുള്ള സാധനങ്ങൾ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഈ പ്രൈമറി സെക്ടർ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ കർഷകരെ വളരെ നല്ല രീതിയിൽ തന്നെ എന്താണ് റീഫോറസ്റ്റേഷനും ആക്ച്വലി ഡീഫോറസ്റ്റേഷൻ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കൃഷിയിടങ്ങൾ നിർമ്മിക്കുന്നത്. അവിടെ വൺസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും മറ്റൊക്കെ ഇന്ന് നമ്മൾ കർഷകരെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി സെക്ടറിലെ കർഷകരെയും മറ്റുമൊക്കെ നമ്മളിപ്പോൾ കുറേ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് പണ്ട് നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കരമായി വാട്ടർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരുന്ന കൃഷികളൊക്കെ ഇപ്പൊ നമ്മൾ വളരെ നൂതനമായ വളരെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ള വാട്ടർ മെയിൻ്റനൻസ് ഒക്കെ ഇന്ന് നമ്മുടെ പ്രൈമറി സെക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെയോ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അല്ലേ? റൂട്ടഡ് ഇൻ ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ്. ഈ പ്രൈമറി സെക്ടറിലെ പല ആക്ടിവിറ്റീസും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ കൃഷി. കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആ പച്ചപ്പും ഹരിതാഭയും ഒക്കെയാണ്. ഇപ്പൊ കുട്ടനാട് എന്ന് കേൾക്കുന്ന സമയത്ത് കുട്ടനാടിലെ കൃഷിയും മറ്റുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ. ഇപ്പൊ വിഷു വരാൻ പോകുന്നു, 14-ാം തീയതി വിഷു ആണ്. വിഷു എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്, നിങ്ങൾക്ക് അറിയാം.
സോ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഫെസ്റ്റിവൽസ് പോലും ഈ പറയുന്ന അഗ്രികൾച്ചറുമായും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. നമുക്ക് കൃഷിയിലും മറ്റുമൊക്കെ കൂടുതലായി വിളവ് ലഭിക്കാനും മറ്റുമൊക്കെയുള്ള പ്രത്യേക ദേവന്മാരുണ്ട്, പ്രത്യേക ദൈവങ്ങൾ ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കൃഷിയിലും മറ്റുമൊക്കെ ഉന്നമനം കിട്ടാൻ വേണ്ടി. സോ ഇറ്റ് ഈസ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് അവർ കൾച്ചർ എന്നുള്ളതാണ് പ്രൈമറി സെക്ടർ. അതേപോലെ കാറ് നിർമ്മാണത്തിന് കൂടുതലായിട്ട് കാറ് നിർമ്മാണം തരാൻ വേണ്ടിയുള്ള ദൈവങ്ങളൊന്നും നമുക്കില്ല. സോ മാനുഫാക്ചറിങ് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ കൾച്ചറിന്റെ ഭാഗമാണ്, ബട്ട് സ്റ്റിൽ കൂടുതലും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി നിൽക്കുന്നത് പ്രൈമറി സെക്ടറുകളാണ്. ആയിക്കോട്ടെ. പിന്നെയോ ഇൻഡസ്ട്രിയലൈസേഷന്റെ ബേസിസ് അല്ലെ, ബേസിസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മളെ ഒരു രാജ്യത്തെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി സെക്ടർ ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ സെക്കൻഡറി സെക്ടറിന്റെ ബൂസ്റ്റിംഗ് കാരണം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇൻഡസ്ട്രികൾ ഉണ്ടാകണമെങ്കിൽ റോ മെറ്റീരിയൽസ് നല്ല രീതിയിൽ അവൈലബിൾ ആയിരിക്കണം. ഏതൊരു കൺട്രിയിലാണോ നല്ല രീതിയിൽ വളരെ ചീപ്പായി റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കുന്നത് ആ രാജ്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഈ പറയുന്ന മാനുഫാക്ചറിങ് സെക്ടർ അഥവാ സെക്കൻഡറി സെക്ടർ നന്നായി നമുക്ക് വിപുലമായി ലഭിക്കും, നന്നായിട്ട് എക്സ്പാൻഡ് ആയിട്ട് വരും. സോ അതിൻ്റെ ബേസിസ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ബേസിസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പ്രൈമറി സെക്ടറാണ്. പിന്നെയോ പോവർട്ടി എലിവേഷൻ അല്ലേ, നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ പോവർട്ടി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്കണോമിക് ട്രെൻഡിന്റെ സമയത്ത് അത് ഡിസ്കസ് ചെയ്തിരുന്നു. സോ പോവർട്ടി എലിവേഷനകത്ത് നമുക്ക് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ പിടിച്ച് ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ വേറെ മാനുഫാക്ചറിംഗുകാരും ഒന്നും ആക്കാൻ കഴിയില്ല. പൊതുവെ വളരെ വർഷങ്ങളായി തലമുറകളായി എഡ്യൂക്കേഷൻ എന്നുള്ള അവസരം ലഭിക്കാത്ത, മറ്റ് എക്സ്പോഷറുകളൊന്നും കിട്ടാത്ത ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു തൊഴിൽ നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം പ്രൈമറി സെക്ടറിൽ അവർക്ക് ഒരു തൊഴിൽ നൽകുക എന്നുള്ളതാണ് അല്ലേ. സോ ഇത്തരത്തിൽ പ്രൈമറി സെക്ടറുകൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് സ്കില്ലുകളൊന്നും നേടാൻ സാഹചര്യം ലഭിക്കാതെ പോയ ഹതഭാഗ്യരായ ഒരുപാട് മനുഷ്യർക്ക് ഇന്ന് പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ പണിയെടുത്തും ഒക്കെ ഒരുപാട് ആൾക്കാർ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെയോ എൻവയോൺമെന്റൽ സ്റ്റുവാർഡ്ഷിപ്പ്, അതുപോലെ തന്നെ എന്താണ് പ്രകൃതിയുടെ ഒരു സംരക്ഷണവും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഈ പ്രൈമറി സെക്ടറിലെ ആൾക്കാർക്ക് നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ദെൻ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നമ്മുടെ പ്രൈമറി സെക്ടറിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രധാനമായും ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൃഷിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ അഗ്രികൾച്ചർ ഈസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ മൺസൂൺ അല്ലേ. മൺസൂണുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ അഗ്രികൾച്ചർ ഉണ്ടാവുക. മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൺസൂണ് ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റാണ്, ഒരു വിൻഡാണ് അല്ലേ. ഇത് ഇവിടെ നിന്ന് എങ്ങോട്ടാ വീശുക? നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. മസ്കറൈൻ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് ടിബറ്റിലേക്ക് വീശിപ്പോകുന്ന കാറ്റാണ് മൺസൂൺ കാറ്റ്. ഇത് അങ്ങോട്ട് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും റിട്രീറ്റിങ്ങിന്റെ സമയത്തും ഇന്ത്യയിൽ പല ഭാഗത്തും മഴ ലഭിക്കും. ചില ഭാഗങ്ങളിൽ മഴ നിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ പ്രദേശങ്ങളിൽ അധികം മഴ ലഭിക്കുന്നില്ല എങ്കിലും ഇൻ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യ ഈ റെയിൻ കാരണം മഴ ലഭിക്കുന്നുണ്ട്, നദികൾ നിറയുന്നുണ്ട്, ആ വാട്ടറും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. സോ കൃഷി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ആക്ച്വലി മൺസൂണിനെ ബേസ് ചെയ്തിട്ടാണ്. മൺസൂൺ വരുമ്പോൾ ചെയ്യേണ്ട കൃഷികൾ, മൺസൂൺ വരുന്നതിന് മുമ്പ് ഹാർവസ്റ്റ് ചെയ്യേണ്ട കൃഷികൾ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ തലമുറകളായി കൃഷി ചെയ്ത് വരുന്നത്. സോ ഇവിടെയുള്ള പ്രശ്നം എന്തുവാടാ? ഇപ്പോൾ ഒരു വർഷം മൺസൂൺ അല്പം വൈകി. സോ വരാൻ പോകുന്ന മൺസൂണിനെ മുൻകണ്ടുകൊണ്ട് നമ്മളിവിടെ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൺസൂൺ ലേറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൃഷിയെ അത് തീർച്ചയായും ബാധിക്കും. മറ്റൊന്ന്, മൺസൂൺ ഏർലിയറായി, ഇച്ചിരി നേരത്തെ വന്നു. സോ മൺസൂൺ തുടങ്ങിയ ശേഷം ചെയ്യേണ്ട കൃഷികളോ മറ്റോ ഒക്കെ നമ്മൾ ഒന്നുകിൽ ചെയ്യാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ അതിനുള്ളിൽ മൺസൂൺ എത്തിക്കഴിഞ്ഞു. ചിലപ്പോൾ ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ഹാർവസ്റ്റ് ചെയ്യാം, മൺസൂൺ ഒത്തിരി ടൈം ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഇരിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ട്, മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് നല്ല മഴ പെയ്തിട്ട് ഈ കൃഷിക്കൊക്കെ നാശം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം എൽനീനോ പോലെയുള്ള സാധനങ്ങൾ അല്ലേ. ഒരു എൽനീനോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂണിന്റെ അളവ് ആക്ച്വലി കുറയും. ലാനീന വന്നു കഴിഞ്ഞാൽ മൺസൂണിന്റെ അളവ് കൂടും.
സോ ഈ എൽനീനോ ലാനീനോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇത് വന്ന ശേഷമാണ് നമ്മൾ അറിയുന്നത് എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസ് നമുക്ക് ഉണ്ട്. മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പ്രൈമറി സെക്ടർ ഇരിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ പല ഇഷ്യൂസും ഇതിനകത്തുണ്ട്. പിന്നെയോ ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിങ്സ്. നമ്മൾ ഈ കൃഷിയിടങ്ങളും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിങ്ങൾ പൊതുവെ നിങ്ങൾ ഇനി നോക്കിയാൽ മതിയടാ. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമുക്ക് ഇന്ത്യ വിടാം, കേരളം നോക്കാം, നമ്മുടെ കേരളം നോക്കാം, നമ്മൾ ഓൾ ഇന്ത്യ നോക്കണ്ട. നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ നെൽപ്പാടങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ കാണും അല്ലേ? ഇതിൽ എത്ര നെൽപ്പാടങ്ങളിൽ വലിയ വലിയ ട്രാക്ടറുകളോ മറ്റ് യന്ത്രങ്ങളോ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ബുദ്ധിമുട്ടാണ് അല്ലേ? അതേസമയം നമ്മളൊക്കെ ഈ എന്താ പറയുക, ഇന്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ നമ്മളെ ഡിസ്കവറി ചാനലിലൂടെയും അല്ലെങ്കിൽ മറ്റ് പല ചാനലിലൂടെയൊക്കെ വിദേശ രാജ്യങ്ങളിലെയൊക്കെ കൃഷികൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ പ്രൈറീസിലെ പുൽത്തകിടികളിൽ നടക്കുന്ന ഗോതമ്പ് കൃഷിയും അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുക? ഒന്നോ രണ്ടോ കർഷകരും ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഇവരുടെ കയ്യിൽ വളരെ നൂതനമായ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഹാർവസ്റ്റിംഗ് ചെയ്യണം. ഇവരെന്താ ചെയ്യുക? ഹാർവസ്റ്റിങ്ങിനായി ഒരു വാഹനവുമായി ഇവരിങ്ങനെ ഇറങ്ങുക ഇല്ലേ? ഇപ്പൊ നെൽപ്പാടത്തിൽ അല്ലെങ്കിൽ ഗോതമ്പ് പാടത്തിലേക്ക് ഇവർ ഈ വാഹനം ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഈ വാഹനം തന്നെ പാകമായ ഗോതമ്പ് മണികളെ മുറിച്ചെടുക്കുകയും അതിനെ അടിച്ച് വൃത്തിയാക്കി ഗോതമ്പുകൾ ഹീറ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റുകയും അതിൻ്റെ സ്ട്രോ വേറൊരു ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു. വളരെ നൂതനമായ ടെക്നോളജിയാണ്. മണ്ണ് കിളയ്ക്കാനായി ഇവരെന്താ ചെയ്യുക? പ്രത്യേകതരം ട്രാക്ടറുകൾ ഓടിച്ച് ജസ്റ്റ് പോവുകയേ ചെയ്യുന്നുള്ളൂ. ദെൻ വിത്ത് വിതയ്ക്കാൻ എന്താ ചെയ്യുക? അതിനും അവർക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട്. എല്ലാത്തിനും അവര് ഡിവൈസുകൾ അഥവാ നൂതനമായ ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ഇൻക്രീസ് ദിയർ പ്രൊഡക്ടിവിറ്റി. ഇത് അവരുടെ പ്രൊഡക്ടിവിറ്റി നന്നായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിംഗ് ആണ്. ഓരോരുത്തരുടെ കയ്യിലും വളരെ കുറച്ച് സ്ഥലമേ കാണും. ഈ കുറച്ച് സ്ഥലത്തിനകത്തേക്ക് ഒരു ട്രാക്ടർ ഇറങ്ങി പണിയേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തത് കൊണ്ട് ആൾക്കാർക്ക് ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ട്രാക്ടറിന്റെ പെട്രോളും മറ്റു ചെലവും ട്രാക്ടർ വാങ്ങിയ പണത്തിന്റെ ലോണും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പൈസയ്ക്ക് പുറമെ കടം വാങ്ങിയും കൂടെ പൈസ വെച്ച് കഴിഞ്ഞാലേ ഇവരുടെ ചെലവ് തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൊതുവെ ഇപ്പോൾ ചില സ്ഥലങ്ങളുണ്ട്, പഞ്ചാബിലും മറ്റുമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല രീതിയിൽ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ മറ്റ് വേൾഡ് വൈഡുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ലാൻഡ് ഹോൾഡിങ്ങിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രാഗ്മെന്റഡ് ലാൻഡുകളായത് കാരണം തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ, നൂതനമായ ടെക്നോളജികളൊക്കെ എംപ്ലോയ് ചെയ്യുന്നതിൽ നമുക്ക് ലിമിറ്റേഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ കീഴെ നമ്മൾ പറഞ്ഞ പോയിന്റ് ലാക്ക് ഓഫ് ടെക്നോളജിയുടെ അപര്യാപ്തത എന്ന് പറയാൻ കാരണം പാവപ്പെട്ട കർഷകരാണ് ഇവിടെ. അതുകൊണ്ട് അവർക്ക് അധികം ക്യാഷ് ഇറക്കാൻ ഇല്ലാത്തത് കൊണ്ടും ഇറക്കിയാലും അവർക്ക് അവരുടെ പരിമിതമായ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ലാഭം ചെറുതായതുകൊണ്ടും പൊതുവെ ഇവരതിന് മെനക്കെടാറില്ല എന്നുള്ളതാണ്. സോ ലാക്ക് ഓഫ് ടെക്നോളജി ഒരു ഇഷ്യൂ ആണ്. പിന്നെയോ ലോ പ്രൊഡക്ടിവിറ്റി അല്ലേ? നമ്മൾ പറഞ്ഞു ട്രഡീഷണലായ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പൊതുവെ നമ്മൾ കൃഷി ചെയ്യുക. രാസവളം എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് പേടിയാണ്. അയ്യോ, രാസവളം ഉപയോഗിച്ച പച്ചക്കറികളാണോ? രാസവളത്തിന് എന്താ കുഴപ്പം അല്ലേ? ആക്ച്വലി രാസവളമായാലും രാസകീടനാശിനികളായാലും അത് നിരോധിതമായ കീടനാശിനിയോ വളമോ അല്ലെങ്കിൽ നിരോധിതമായ അളവിലോ ഉപയോഗിക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. സ്വാഭാവികമായ രീതിയിൽ രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് മാത്രമല്ല, രാസവളം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോഴും രാസവളമോ രാസകീടനാശിനിയോ ഉപയോഗിക്കാതെ നാച്ചുറലായ രീതിയിൽ വളരെ പഴയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ഈ ലാൻഡുകളിൽ നിന്നുണ്ടാകാറില്ല. പിന്നെയോ അധികം ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് 1 കിലോ വളം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് 10 കിലോ വളം ഉപയോഗിക്കുന്നവരുണ്ട്. അവിടെ എന്താ സംഭവിക്കുക? ഈ കൃഷിയിടങ്ങളുടെയൊക്കെ ക്വാളിറ്റി തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ അല്ലേ? പഞ്ചാബിലും മറ്റുമൊക്കെ എന്താ പറയുക, ഗ്രീൻ റവല്യൂഷന് ശേഷം തരിശായി പോയ ഭൂമികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ ഇവിടുത്തെ ഇഷ്യൂസ് ആണ് എന്നുള്ളതാണ്. ഒരു പാരമ്പര്യമായ രീതി പിന്തുടരുന്നത് കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി നന്നായി ഇവിടെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു ഇഷ്യൂ, ലോ പ്രൊഡക്ടിവിറ്റി. പിന്നെയോ ഇതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ഡ്യൂ ടു ട്രഡീഷണൽ പ്രാക്ടീസസ് അല്ലെ? ട്രഡീഷണൽ പ്രാക്ടീസസ്, ലിമിറ്റഡ് ക്രെഡിറ്റ് കാർഡ് ആക്സസ് അല്ലെ? ക്രെഡിറ്റ് കാർഡൊന്നും കർഷകർക്കൊന്നും ഇല്ല.
അവർക്ക് ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ വിത്ത് വാങ്ങണം, വളം വാങ്ങണം. അവർ വിചാരിക്കും ഇപ്പം ക്യാഷ് ഇല്ല, ക്യാഷ് വന്നിട്ട് വാങ്ങാം എന്ന് വിചാരിച്ച് ഇവരിങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവരുടെ കയ്യിൽ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ ക്യാഷ് വേണമെന്നില്ല. അവർക്ക് കടം എടുത്ത് അവരുടെ കൃഷി ചെയ്ത ശേഷം ലാഭത്തിൽ നിന്ന് അടച്ചാൽ മതി. സർക്കാർ ഒരുപാട് സബ്സിഡികളും ഇവയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അറിയുന്നതും ഈ കാര്യങ്ങളെക്കുറിച്ച് നോളജ് ഉള്ളതും ഒക്കെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലുള്ള കർഷകർക്കാണ്. കുറച്ചുകൂടെ താഴേക്കിടയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും അവെയറേ അല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് പൂർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ? പൊതുവെ കൂടുതലായി കൃഷി ചെയ്ത് കഴിയുന്ന മേഖലകളിലൊക്കെ കർഷകർക്ക് വേണ്ട അവശ്യ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നമ്മുടെ കൺട്രിയിൽ അത്രക്കില്ല. ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. പല സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ്. പിന്നെയോ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഈ പ്രൈമറി സെക്ടർ പ്രധാനമായിട്ട് നമുക്ക് അഗ്രികൾച്ചർ തന്നെ പറയാം. അഗ്രികൾച്ചറിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. മറ്റൊരു ജോലിക്കാരൻ ചെയ്യുന്നത് പോലെ ഒരു ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ പെൻഷൻ ആകുന്നത് വരെ സ്ഥിരം ജോലി, മാസം ശമ്പളം പോലെയുള്ള പരിപാടികൾ ഈ അഗ്രികൾച്ചറൽ സെക്ടറിനകത്തില്ല. പിന്നെയോ ഇപ്പൊ വിത്ത് വിതറുന്ന സമയത്ത് കുറെ ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷെ നട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അതിനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് വെച്ച് ഒഴിക്കും. സോ പിന്നെ ആൾക്കാരുടെ ആവശ്യം പിന്നെ വരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല കള പറിക്കാനോ മറ്റു ആൾക്കാരുടെ ആവശ്യം കുറച്ച് കൂടുതലായിട്ട് വരുന്നുള്ളൂ. പിന്നെയോ പിന്നെ ഹാർവസ്റ്റിംഗ് ടൈമിൽ ഹാർവസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുടെ ആവശ്യം വേണ്ടി വരുന്നുണ്ട്. സോ ഇതിനിടയ്ക്കുള്ള സമയം, ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് സമയത്ത് ഈ മനുഷ്യൻ ഫ്രീ ആണ്, തൊഴിലില്ലാത്ത ആളായി കഴിയുകയാണ്. കൃഷി നടത്തുന്ന മുതലാളിക്ക് കുഴപ്പമില്ല, അദ്ദേഹം ഈ പ്രോഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഈ ഇടക്കാലമൊക്കെ ജീവിച്ചു പോകും. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടക്കാലത്തൊക്കെ അവൻ തൊഴിലില്ലാത്തവനാണ്, അൺഎംപ്ലോയിഡ് ആണ്. ഇനി ഒരു ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കൃഷി ഇറക്കുന്നത് വരെയുള്ള ആ ഗ്യാപ്പിലും ഇവൻ എന്താണ്, അൺഎംപ്ലോയിഡ് ആണ്. ഈ ഒരു സാഹചര്യം, ഈ സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഈ കൃഷിയിൽ നിന്ന് മാറി ഈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ റൂറൽ ഏരിയയിലേക്കുള്ള ആൾക്കാർ അർബൻ ഏരിയകളിലേക്കൊക്കെ ചെന്ന് മറ്റ് ജോലികളും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ചെയ്തു തുടങ്ങിയ ആൾക്കാരൊക്കെ പൊതുവെ തിരിച്ച് കൃഷിയിടങ്ങളിലേക്കൊക്കെ വരുന്നത് കുറവാണ് എന്നുള്ളതാണ്. സോ ഇത്തരം ഇഷ്യൂസ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് പോലുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെയോ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. നമുക്കറിയാം, കൃഷി ചെയ്യണമെങ്കിൽ കൃഷിഭൂമി വേണം. ഭൂമിയിൽ കൃഷിഭൂമി എന്നൊരു ഭൂമി ഇല്ല. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക, മരുഭൂമിയിലൊന്നും കൊണ്ടുപോയാലും കൃഷി ചെയ്യാറില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും നനവും ഒക്കെ ഉള്ള സ്ഥലത്താണ് കൃഷി ചെയ്യുക. എന്നാൽ ഈ അത്യാവശ്യം നല്ല വെള്ളവും നനവും ഒക്കെ ഉള്ള സ്ഥലത്ത് എന്താണ്, കാടും ചെടികളും ഒക്കെ ആയിരിക്കും. ഇതിനൊക്കെ വെട്ടിത്തെളിച്ച് ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടത്തിയ ശേഷമാണ് നമ്മൾ കൃഷി ഇറക്കുക. ഇത് കാരണം തന്നെ സോയിൽ ഇറോഷൻ, വാട്ടർ പൊല്യൂഷൻ പോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടാകാറുണ്ട് അല്ലേ? കൃഷിയുടെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ എന്താണ്, റൺ ഓഫ് എന്ന് പറയുമ്പോൾ മഴവെള്ളത്തിനോടൊപ്പം ഒഴിച്ച് ചെന്നിട്ട് വെള്ളം കേടാകാറുണ്ട്. ഇങ്ങനെ ഒത്തിരി എൻവയോൺമെന്റൽ ഇഷ്യൂസും പ്രൈമറി സെക്ടറിന്റെ പ്രവർത്തനം കാരണം ഉണ്ടാകാറുണ്ട്. പിന്നെയോ പ്രൈസ് വോളറ്റിലിറ്റി. ഇപ്പൊ കർഷകർക്ക് എപ്പോഴും ഒരു സാധനത്തിന് ഒരേ പ്രൈസ് കിട്ടാറില്ല. നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ഒരേ പ്രൈസ് ആയിരിക്കും. പക്ഷെ കർഷകരെ സംബന്ധിച്ചിടത്തോളം സീസൺ ടൈമിൽ അവർ കൂടുതലായി കൃഷി ചെയ്യാം. പക്ഷെ സീസൺ ടൈമിൽ ഇവരുടെ പ്രോഡക്റ്റിന്റെ വില നന്നായി കുറയും. കാര്യം എന്താ, സപ്ലൈ കൂടുതലാണ്, അതുകൊണ്ട് പ്രൈസ് കുറയുന്നതാണ്. നോൺ സീസൺ ടൈമിലാണ് സപ്ലൈ കുറയുന്നത്, അപ്പോഴാണ് ഇതിന്റെ പ്രൈസ് കൂടുന്നത്. പക്ഷെ നോൺ സീസൺ ടൈമിൽ കൃഷിയും ചെയ്യാൻ കഴിയില്ല. കൃഷി അതിൻ്റെതായുള്ള രീതിയിലല്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ. മഴക്കാലത്ത് ചെയ്യേണ്ട ഒരു കൃഷി വേനൽക്കാലത്ത് വില കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നല്ല രീതിയിൽ ഒരു കൃഷിയിൽ ലാഭം കണ്ടുകൊണ്ട് ആ കൃഷിയിലേക്ക് ഒരു കർഷകൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ കൃഷി ചെയ്ത് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ഇതിന്റെ പ്രൈസ് ഒത്തിരി താഴേക്ക് പോയിട്ടുണ്ടാവും. വോളറ്റൈൽ, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പ്രൈസ് ഒരു വലിയ ഇഷ്യൂ ആണ് എന്നുള്ളതാണ് പ്രൈമറി സെക്ടറിൽ. പിന്നെയോ ലിമിറ്റഡ് ക്രെഡിറ്റ് അക്സസ്. ഞാൻ പറഞ്ഞു, സർക്കാർ ഇവരുടെ ക്രെഡിറ്റ് അക്സസ് കൂട്ടാനൊക്കെ പല നടപടികളും സ്വീകരിക്കുന്നുവെങ്കിലും ഗ്രൗണ്ട് ലെവലിലേക്ക് പലതും എത്തുന്നില്ല. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? എന്താണ്, ഇൻഅഡിക്വേറ്റ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, മാർക്കറ്റിംഗ് ലിങ്കേജ് പോലെയുള്ള ബേസിക് ഇഷ്യൂസ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണ്. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് വിറ്റഴിക്കുക എന്നതാണ് കർഷകർക്കുള്ളിലുള്ള ഒരേ ഒരു മാർഗം. സോ കർഷകർക്ക് ഇത് എത്രയും പെട്ടെന്ന് വിറ്റ് തീർത്താലേ പറ്റൂ എന്ന് മനസ്സിലാക്കുമ്പോൾ
ഈ കച്ചവടക്കാരായ ഏജന്റുമാർ വളരെ കുറഞ്ഞ വില പറഞ്ഞിട്ടായിരിക്കും കർഷകരിൽ നിന്ന് ഈ പച്ചക്കറികളും പഴങ്ങളും സ്വീകരിക്കുക. കാരണം എത്ര കുറഞ്ഞ വിലയായാലും കൊടുത്ത് തീർക്കുകയല്ലാതെ കർഷകർക്ക് വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ആവശ്യത്തിന് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കർഷകർക്ക് ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് പറ്റുന്ന വില വരുന്ന സമയത്ത് വിറ്റാൽ മതി എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പിന്നെയോ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ, പല ഗ്രാമങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും മെയിൻ സ്ട്രീമിലേക്ക് വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുകളുണ്ട്. മാർക്കറ്റ് ലിങ്കേജസ്, കർഷകർക്ക് പൊതുവെ മാർക്കറ്റുമായിട്ടുള്ള ലിങ്ക് കുറവാണ് ഇല്ലേ. ഇടനിലക്കാർ വഴിയും മറ്റുമൊക്കെയാണ് കൂടുതലും കച്ചവടം നടക്കുക. ഇടനിലക്കാർ വളരെ ചെറിയ പൈസയ്ക്ക് കർഷകരിൽ നിന്ന് വസ്തുക്കൾ സ്വീകരിക്കുകയും വളരെ ഉയർന്ന പൈസയ്ക്ക് ഇവർ മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെയോ ക്ലൈമറ്റ് ചേഞ്ച് വൾനറബിലിറ്റീസ് അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് കാരണം വെതറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓരോ മാസവും നമുക്കൊരു കാൽക്കുലേഷൻ കാണാം. അടുത്ത മാസം മഴയായിരിക്കും, അപ്പൊ ഇന്ന കൃഷി ചെയ്യാം. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് കാരണം അടുത്ത മാസം ആകുമ്പോൾ മഴ പെയ്യുന്നില്ല, എന്ത് ചെയ്യും? അല്ലേടാ മക്കളെ, ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ്, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് പ്രൈമറി സെക്ടറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ ലാക്ക് ഓഫ് വാല്യൂ അഡിഷൻ. അതായത് ഇപ്പോ നമ്മൾ അരി വാങ്ങുന്നു. ഈ അരി നമ്മൾ വീട്ടിനടുത്തുള്ള ഒരു കർഷകനിൽ നിന്ന് വാങ്ങുന്നതും ഒരു പെട്ടിക്കടയിൽ നിന്ന് വാങ്ങുന്നതും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും തമ്മിൽ പ്രൈസിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഇനി പോപ്കോൺ ആകട്ടെ, പോപ്കോൺ അല്ലേ. ഈ പോപ്കോൺ കർഷകനിൽ നിന്ന് നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഒരു പ്രൈസിനാണ് കിട്ടുക. ആ കോണ് നമ്മൾ പിന്നീട് അതിനെ ഇളക്കിയെടുത്ത് ഉണക്കി നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ മതി. അതേ സാധനം നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ചെറിയ പാക്കറ്റിന് തന്നെ വളരെ വലിയ ക്യാഷ്, അതായത് ആ പാക്കറ്റിന്റെ വലിപ്പത്തിന് വെച്ച് നോക്കുമ്പോൾ 10-30 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ചെറിയൊരു പാക്കറ്റിന്. ഇതേ സാധനം തന്നെ ഫ്രൈ ചെയ്ത് തിയേറ്ററിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ക്യാഷ് കൊടുക്കേണ്ടി വരും. സോ ഒരേ സാധനത്തെ തന്നെ പ്രോസസ്സിങ്ങിലൂടെയും പാക്കിങ്ങിലൂടെയും ഒക്കെ ഹൈ പ്രൈസ് ഉള്ള സാധനമാക്കി വാല്യൂ ആഡ് ചെയ്ത് വിൽക്കാൻ സാധാരണഗതിയിൽ കച്ചവടക്കാർക്ക് കഴിയും. പക്ഷെ പ്രൈമറി സെക്ടറിലെ കർഷകർക്ക് അധികമായി ഇത് കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ വാല്യൂ അഡിഷന്റെ അപര്യാപ്തത ഈ പറയുന്ന പ്രൈമറി സെക്ടറിനകത്തുണ്ട്. പിന്നെയോ മൈഗ്രേഷൻ ടു അർബൻ ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞതാ, സീസണൽ അൺഎംപ്ലോയ്മെന്റ് മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് അർബൻ ഏരിയാസിലേക്ക് മറ്റ് ജോലി അന്വേഷിച്ചിട്ട് പോകും. സോ ഇതൊക്കെ പ്രൈമറി സെക്ടറിനെ ബാധിക്കും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്ത് സെക്കൻഡറി സെക്ടറിലേക്കാണ് പോകുന്നത്. സെക്ടേഴ്സ് പ്രൈമറി സെക്ടറിൽ തന്നെ പിന്നെയുള്ള ഒരു ഇഷ്യൂ ആണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അല്ലേ. എന്താണ് മൊണോപ്പൊളി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. മൊണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോർപ്പറേറ്റുകൾ വന്ന് കർഷകരിൽ നിന്ന് സാധനങ്ങൾ ബൾക്കായി വാങ്ങിയിട്ട് അവരോട് പറയും, നിങ്ങൾ പുറത്ത് വേറെ ആർക്കും ഇത് വിൽക്കരുത്, ഞങ്ങൾക്ക് മാത്രമേ വിൽക്കാവൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബൾക്കായി ഏതൊക്കെ കർഷകരിൽ നിന്ന് ഈ പറയുന്ന മോണോപ്പൊളി കമ്പനികൾ സാധനങ്ങൾ വാങ്ങുന്നുവോ ആ കർഷകർ അത്യാവശ്യം ക്യാഷ് ഉള്ളവരായും മറ്റവർ ക്യാഷ് ഇല്ലാത്തവരായും തുടരും. ഇനി ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മൊണോപ്പൊളി കമ്പനി അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഈ കർഷകർ മാറുകയും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കർഷകർ മാറുകയും പിന്നീട് ആ മൊണോപ്പൊളി കമ്പനി കൊടുക്കുന്ന ക്യാഷ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലും മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ അവർക്ക് തന്നെ ഗുഡ്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കർഷകർ എത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അല്ലേ. ഫ്യൂ കോർപ്പറേറ്റ് കൺട്രോൾസ് റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ റോ മെറ്റീരിയൽ എത്രത്തോളം മാനുഫാക്ചറിങ് ചെയ്യണം, ആർക്കൊക്കെ കിട്ടും മുതലായ കാര്യങ്ങൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. എന്നിട്ട് ദേ ആർ പേയിങ് ലോ വേജസ്, വളരെ കുറഞ്ഞ പൈസ മാത്രം കർഷകർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെയോ ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയാണ്. അതായത് പ്രൈമറി സെക്ടറിൽ തന്നെ ഇപ്പൊ ഞാൻ അഗ്രികൾച്ചർ എടുക്കുന്നുവെങ്കിൽ തന്നെ അതിൽ പലതരം കൃഷികൾ എനിക്ക് ചെയ്യാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റബ്ബർ കൃഷിയും ചെയ്യാം, നെൽകൃഷിയും ചെയ്യാം. ഇതിന് ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം എടുക്കാം. റബ്ബർ കൃഷിയും ചെയ്യാം, തേങ്ങാ കൃഷിയും ചെയ്യാം അല്ലേ. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പണ്ട് നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുണ്ടായിരുന്ന തെങ്ങ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞ പല സ്ഥലങ്ങളും ഇപ്പോൾ റബ്ബർ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. കാര്യം എന്തുവാ, തെങ്ങൊക്കെ മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ റബ്ബർ വെച്ചതാണ്.
ഇപ്പോഴല്ല, അത് കുറെ മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെയൊക്കെ കുറച്ചുകൂടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പിന്നെ വീണ്ടും ഒരു റിവൈസിബിലിറ്റി അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവെ റബ്ബർ മരങ്ങൾ മുറിച്ച ആൾക്കാർ തെങ്ങ് വെക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ തെങ്ങ് മുറിച്ച് റബ്ബർ വെച്ചത്? ബിക്കോസ് തേങ്ങയിൽ നിന്ന് കിട്ടുന്ന ആദായത്തെക്കാൾ കൂടുതലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്, റബ്ബറിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടിയിരുന്നത്. അതുകൊണ്ട് ആൾക്കാർ കൂടുതലും റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇത്തരത്തിൽ വളരെയധികം കൃഷികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആൾക്കാർ ഈ കൃഷികളിൽ നിന്ന് ഒക്കെ പിന്മാറി വളരെയധികം ക്യാഷും ലാഭവും കിട്ടുന്ന കൃഷികൾ മാത്രം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്താണ്, നമ്മുടെ വൈഡായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നഷ്ടമായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഈ മില്ലറ്റുകൾ, പണ്ടൊക്കെ നല്ല രീതിയിൽ മില്ലറ്റ് കൃഷിയും മറ്റുമൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് മില്ലറ്റ് പാടങ്ങളൊന്നുമില്ല, എല്ലാം നെല്ലും ഗോതമ്പും മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മില്ലറ്റ് കാണാനില്ലാതെയായി. ഇപ്പൊ വീണ്ടും മില്ലറ്റ് എന്ന് പറയുന്ന സാധനം ഹെൽത്തി ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ അറിഞ്ഞിട്ട് ഒരു നമ്മുടെ യങ് ജനറേഷൻ ഇപ്പൊ കൂടുതൽ മില്ലറ്റ് മറ്റുമൊക്കെ കൺസ്യൂം ചെയ്ത് തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മൾ മില്ലറ്റ് കൃഷി മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ലാഭം തരുന്ന കൃഷി മാത്രം നമ്മൾ ചെയ്യുകയും മറ്റ് കൃഷികൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിനാണ് ഡച്ച് ഡിസീസ് എന്ന് പറയാം. മേ ബി എക്സാമിന് ചോദിക്കാം, ഡച്ച് ഡിസീസ്, ഡച്ച് ഡിസീസ് ഈസ് റിലേറ്റഡ് വിത്ത്, ഇറ്റ് ഈസ് എ പാൻഡമിക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ എൻഡമിക് ഡിസീസ്. പാൻഡമിക്, എൻഡമിക്, ഇറ്റ് ഈസ് എ ട്രോപ്പിക്കൽ ഡിസീസ്. This is related to primary sector. This is this is an economical condition related with the primary sector. എന്നൊക്കെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കിക്കൊള്ളുക, ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത് മനുഷ്യന് വരുന്നത് പോലെയുള്ള രോഗമല്ല, ഇതൊരു എക്കണോമിക്കൽ അവസ്ഥയാണ് എന്നുള്ളതാണ്. പിന്നെയോ അപ്പൊ അതൊക്കെയാണ് നമുക്ക് പ്രൈമറി സെക്ടറിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കും. ശരി, അതവിടെ കഴിയും. നമുക്കിനി സെക്കൻഡറി സെക്ടർ നോക്കാടാ. മക്കളെ, സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെക്ടർ ഈസ് അതർവൈസ് നോൺ as മാനുഫാക്ചറിങ് സെക്ടർ, അല്ലെ? മാനുഫാക്ചറിങ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുക. ഓവർവ്യൂ നമുക്ക് നോക്കാം. ട്രാൻസ്ഫോം റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന സ്ഥലമാണ് സെക്കൻഡറി സെക്ടർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് എന്താണ്, കോട്ടൺ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്. ഈ കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ക്ലോത്ത്, തുണി നിർമ്മിച്ച് അതിനെ സാരിയാക്കി മാറ്റി, ഇതിനെ കോട്ടൺ സാരിയാക്കി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കും മുസ്ലിൻ സാരിയാക്കി മാറ്റി, അല്ലെങ്കിൽ ഇതിനെ ഒരു ചിൻസ് ആയിട്ട് മാറ്റി, ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനൊക്കെ ചെയ്ത് കലങ്കാരി പാറ്റേൺ ഒക്കെ ചെയ്ത് അതൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി ഫൈനലി മാർക്കറ്റിൽ എത്തിക്കുന്ന ആ ഒരു മേഖലയാണ് എന്ത്, സെക്കൻഡറി സെക്ടർ അഥവാ മാനുഫാക്ചറിങ് സെക്ടർ. മണ്ണിൽ നിന്ന് മെറ്റലുകൾ കുഴിച്ചെടുക്കുന്നത് പ്രൈമറി സെക്ടർ. ഈ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രോഡക്റ്റ്, ലെറ്റ്സ് ഒരു കാർ നിർമ്മിക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടർ. ഓക്കെ, സോ റോ മെറ്റീരിയലുകളെ ഫൈനൽ ഗുഡ്സ് ആക്കി മാറ്റുക എന്നതാണ് പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ ചെയ്യുക. ദെൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരുപാട് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. ടെക്നോളജി നന്നായി ഉപയോഗിക്കുന്നവരാണ്. എക്കണോമിക്കൽ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നവരാണ് ഈ പറയുന്ന മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ. പിന്നെന്താണ്, ഓൾസോ കാൾഡ് ഇൻഡസ്ട്രിയൽ ഓർ മാനുഫാക്ചറിങ് സെക്ടർ, അല്ലെ? സെക്കൻഡറി സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് വിളിക്കാം. പിന്നെയോ സിഗ്നിഫിക്കന്റ് സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇവര്. പിന്നെയോ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ത്യാസ് അനോമലി. സാധാരണഗതിയിൽ ഓർഗാനിക്കലി വളരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവിടെ പ്രൈമറി സെക്ടർ ആയിരിക്കും ബൂസ്റ്റ് ആവുക, കൃഷി മറ്റുമൊക്കെ. പിന്നെയോ പിന്നീട് ഈ കൃഷി മറ്റൊക്കെ ഒരു ലെവലായ ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവർ മെല്ലെ മെല്ലെ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കും. മാനുഫാക്ചറിങ് തുടങ്ങിയ ശേഷം അത്യാവശ്യം മാനുഫാക്ചറിങ്ങിൽ ഒരു നിലയിലെത്തിയ ശേഷമായിരിക്കും തേർഡ് വണ്ണായ സർവീസ് സെക്ടറിലേക്ക് ആൾക്കാർ കടക്കുക. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്ന് ടെറിഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടറിലേക്ക് ഒരു ജമ്പിങ് ആയിരുന്നു. മാനുഫാക്ചറിങ് സെക്ടർ നമുക്ക് ഇല്ല എന്നല്ല, പക്ഷെ അത്രത്തോളം ഒരു ബൂം നമുക്ക് സംഭവിച്ചിട്ടില്ല. പ്രൈമറി സെക്ടറിനും ടെറിഷറി സെക്ടറിനും ഇടയിൽ നമ്മുടെ സെക്കൻഡറി സെക്ടറിന്
ഒരു വലിയ ബൂം സംഭവിച്ചിട്ടില്ല. പക്ഷെ നൗഡേ സംഭവിക്കുന്നുണ്ട്. നമ്മളിത് ഓപ്പോസിറ്റാണ്. നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ നമ്മൾ ഫസ്റ്റും തേർഡും ഫോർത്തും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സെക്കൻഡിൽ നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പല ഇൻഡസ്ട്രീസും ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇന്ത്യ പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ വെപ്പൺസ് പോലും ഇന്ത്യ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും അറിയില്ല. പക്ഷേ വെപ്പൺസ് ആകട്ടെ ഹെലികോപ്റ്ററുകളാകട്ടെ ഒക്കെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിങ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണ രാജ്യങ്ങളിൽ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ്, ഈ സെക്കൻഡറി സെക്ടർ ബൂമിന് ശേഷമാണ് നമ്മൾ ടെറിഷറി സെക്ടറിലേക്ക് കടക്കുക. പക്ഷേ ഇന്ത്യ ഈസ് ഓൾറെഡി എ ലീഡർ ഇൻ ദ ടെറിഷറി സെക്ടർ. ലോകത്ത് ഏറ്റവും കൂടുതൽ സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് അല്ലേ? നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ബട്ട് സ്റ്റിൽ സർവീസ് സെക്ടർ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ വി ആർ വൺ ഓഫ് ദ ടോപ്പ് ഇൻ ദ വേൾഡ്. സോ നമ്മുടെ ആ പറഞ്ഞ എന്താ പറയാ എക്സ്പോർട്ട് ഇമ്പോർട്ടിങ്ങിലുള്ള ആ ഒരു ഗ്യാപ്പ് പോലും നമ്മൾ നമ്മുടെ സർവീസ് സെക്ടർ എക്സ്പോർട്ട് വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാണ്. അത്രയും നല്ല രീതിയിലാണ് നമ്മുടെ സർവീസ് സെക്ടർ. എന്നാൽ അതിനോടൊത്ത് നമ്മുടെ സെക്കൻഡറി സെക്ടർ വളർന്നില്ല എന്നുള്ളതാണ്. സോ വി ജസ്റ്റ് സ്കിപ്ഡ് ദ സെക്കൻഡറി സെക്ടർ. അതാണ് പറയുന്നത് ഇന്ത്യസ് അനോമലി. പിന്നെയോ ബേസ്ഡ് ഓൺ സൈസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഇൻഡസ്ട്രികളെ ഹൗസ് ഹോൾഡ്, പിന്നെ സ്മോൾ സ്കെയില്, ലാർജ് സ്കെയില് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരംതിരിക്കാം. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് തന്നെ ചെയ്യുന്ന ചെറിയ മാനുഫാക്ചറിങ്, മെഴുകുതിരി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം പോലെ വീടുകളിൽ നിന്ന് തന്നെ ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് തൊഴിലുകളുണ്ട്. പലഹാര നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്, ഈ പറഞ്ഞവയൊക്കെ നമുക്ക് സ്മോൾ സ്കെയിലായി ചെയ്യാം. 2-3 ആൾക്കാരെ വെച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ചെയ്യാം. പിന്നെയോ ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഹ്യൂജ് പ്രൊഡക്ഷൻ, വലിയ ആരംകോ സിമെന്റിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മലയാളികളാകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു വലിയ ഒരു പ്രൊഡക്ഷനാണ്. നമ്മൾ ഈ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരംകോയുടെയൊക്കെ വലിയ എന്താ പറയാ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കാണാം. ഇതുപോലെ വലിയ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെയോ ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽ, എന്തൊക്കെ റോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് സെക്കൻഡറി സെക്ടറുകളെ നമുക്ക് അഗ്രോ ബേസ്ഡ് സെക്ടറുകളെന്നും, മിനറൽ ബേസ്ഡ് സെക്ടർ എന്നും, കെമിക്കൽ ബേസ്ഡ് സെക്ടർ എന്നും, ഫോറസ്റ്റ് ബേസ്ഡ് സെക്ടർ എന്നും, അനിമൽ ബേസ്ഡ് സെക്ടർ എന്നൊക്കെ തിരിക്കാം. ഇതൊക്കെ എന്താണെന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അഗ്രോ ബേസ്ഡ് മീൻസ് പൊതുവെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളായിരിക്കും റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുക. മിനറൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ മിനറൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ കണക്ക് മെറ്റൽ പ്രൊഡക്ഷൻ അല്ലേ, മെറ്റൽ മാനുഫാക്ചറിങ് പോലെയുള്ള റിഫൈനറി പോലെയുള്ള സ്ഥലങ്ങളിൽ. കെമിക്കൽ ബേസ്ഡ് ഫോറസ്റ്റ് ഗുഡ്സ് ആയിരിക്കും ഉപയോഗിക്കുക. കെമിക്കൽ ബേസ്ഡ് കെമിക്കൽസ് ആയിരിക്കും ഉപയോഗിക്കുക. അനിമൽ ബേസ്ഡ് അനിമൽസ് ആയിരിക്കും ഉപയോഗിക്കുക. വായിക്കുമ്പോൾ മനസ്സിലാകുന്നതേ ഉള്ളൂ. പിന്നെയോ ബേസ്ഡ് ഓൺ ഓണർഷിപ്പിനെ അടിസ്ഥാനമാക്കി എന്താണ് മാനുഫാക്ചറിങ് സെക്ടറുകളിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, ജോയിന്റ് സെക്ടർ എന്നൊക്കെ തരംതിരിക്കാം. പല മാനുഫാക്ചറിങ് സെക്ടറുകളും ഗവൺമെന്റിന്റെ കൂടെ ഹെൽപ്പോട് കൂടി പ്രൈവറ്റ് പാർട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെയോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഈ പറയുന്ന സെക്കൻഡറി സെക്ടർ തന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ ഇൻഡസ്ട്രിയൽ സെക്ടറുകൾ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നത് ലൊക്കേഷൻസ് ഓഫ് ദാറ്റ് മാനുഫാക്ചറിങ് ഹബ്സ്. ഈ സാധനം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സം ഫാക്ടേഴ്സ്, ചില ഫാക്ടറുകൾ അടിസ്ഥാനമാക്കിയാണ് പൊതുവെ ഈ മാനുഫാക്ചറിങ് ഹബ്ബുകൾ രൂപപ്പെടുന്നത്. എന്തൊക്കെയാണത്? ഒന്ന് മാർക്കറ്റ് ആക്സസ്. എവിടെയാണോ ഈസിലി അക്സസ് ടു മാർക്കറ്റുമായുള്ള അക്സസ് കൂടുതൽ കിട്ടുന്നത് ആ ഭാഗത്തായിരിക്കും പൊതുവെ കൂടുതലായും മാനുഫാക്ചറിങ് സെക്ടറുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർ കാറ് വാങ്ങാൻ വരുന്ന ഒരു സ്ഥലം ഒരിടത്തുണ്ട് എങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കാർ വാങ്ങാൻ വരുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ കാറുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ നമ്മൾ ഇപ്പോൾ കാർ കമ്പനികൾ ബാംഗ്ലൂരിൽ ഒരു ഹബ്ബ് നിർമ്മിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഐഫോണിന് ഇന്ത്യയിലുള്ള പ്രചാരം കൂടി വരുന്നുണ്ട് അല്ലേ? അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഐഫോണിന്റെ മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അവർ ഓൾറെഡി ഐഫോൺ ഇന്ത്യയിലേക്ക് തന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇതെന്താ, അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ചൈനയിൽ നിന്നും US നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ കമ്പനി തന്നെ പറയുന്നു വേണ്ട, നമ്മുടെ മാർക്കറ്റ് ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാം അല്ലേ. എവിടെയാണോ മാർക്കറ്റ് ഇരിക്കുന്നത് മാർക്കറ്റിനോട് ചേർന്നായിരിക്കും കൂടുതലും മാനുഫാക്ചറിങ് കമ്പനികൾ ഉണ്ടാവുക. പിന്നെയോ ലേബർ സപ്ലൈ, റോ മെറ്റീരിയൽ ആക്സസ് അല്ലെ, റോ മെറ്റീരിയൽ ആക്സസ്. UPSC ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, why most of the paper making or paper manufacturing companies are in that tundra region, not in tundra region actually, coniferous trees അല്ലെങ്കിൽ coniferous ഫോറസ്റ്റ് ഏരിയ. നമുക്ക് നമ്മുടെ ഭൂമിയിലെ ചെടികളുടെ മറ്റൊക്കെ രൂപം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഇന്ത്യയിൽ മറ്റൊക്കെ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഡെസിഡ്യൂസ് പ്ലാന്റുകളുള്ള ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക, ഇല പൊഴിയുന്ന കാടുകളും മറ്റുമൊക്കെ. പിന്നെ അവിടെ നിന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോണിഫറസ് പ്ലാന്റുകളും മറ്റുമൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക അല്ലേ. ഇത് കഴിഞ്ഞ് മേലേക്ക് പോയാൽ ടുണ്ട്രയാണ് കാണാൻ സാധിക്കുക. ടുണ്ട്രയ്ക്കകത്ത് മരങ്ങളൊന്നും ഉണ്ടാവില്ല, പുല്ലുകളായിരിക്കും. പിന്നെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞും മറ്റുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കോണിഫറസ് മേഖലകളിലൊക്കെ ശൈത്യകാലത്ത് മഞ്ഞ് തന്നെയാണ്. എനിവേ ആ ഭാഗങ്ങളിലാണ് കൂടുതലും പേപ്പർ മാനുഫാക്ചറിങ് കമ്പനികൾ കാണുക. ഇത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് UPSC. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾ TV പലപ്പോഴും ഈ വുഡ് കട്ടിംഗ് കോമ്പറ്റീഷൻ പോലെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ആക്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയ മരക്കുറ്റികൾ, നമ്മുടെ ബാഹുബലി സിനിമയിൽ ബാഹുബലിയൊക്കെ മുറിക്കുന്നത് കണക്ക് അല്ലെ, ബാഹുബലി വേഷം മാറി താമസിക്കുന്ന സമയത്ത് അവിടെ വേറൊരു രാജാവിനെ കൊണ്ട് മുറിപ്പിക്കുന്നത് പോലെ ആക്സ് ഉപയോഗിച്ചുകൊണ്ട് 1 or 2 വെട്ടിന് വലിയ മരക്കട്ടകളൊക്കെ വെട്ടിമുറിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷുകാർ ഇത് വെട്ടിമുറിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു അത്ഭുതമാണ്, ഇംഗ്ലീഷുകാരൻ ഇത്രയും ആരോഗ്യമാണോ, അവന്റെ ആക്സിന് ഇത്രത്തോളം മൂർച്ചയാണോ, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്കുണ്ട്. മേ ബി ആയിരിക്കാം, നമ്മളെക്കാളും ഹെൽത്തി ആയിരിക്കാം അവർ, അവരുടെ ആക്സിന് നല്ല മൂർച്ച ഉണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഭാഗത്തൊക്കെയുള്ള മരങ്ങൾ എന്ന് പറയുന്നത് വളരെ ശക്തി കുറഞ്ഞ മരങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു മരക്കുറ്റി നിങ്ങൾ ഇതുപോലെ വെട്ടുകയാണെങ്കിൽ അത് അങ്ങനെ വേഗത്തിൽ മുറിയാൻ പോകുന്നില്ല. ഇറ്റ്സ് വെരി സ്ട്രോങ് ആൻഡ് ഹാർഡ്. അതേസമയം ഈ പറയുന്ന നമ്മുടെ പോളാർ റീജിയനിലേക്ക് അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഈ കോണിഫറസ് പ്ലാന്റുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവയുടെ ബാർക്കൊക്കെ വളരെ കട്ടി കുറഞ്ഞവയാണ്, ഈസിയായി നമുക്ക് വെട്ടിമുറിക്കാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെ പേപ്പർ നിർമ്മാണത്തിന് ഇതിനെ അരച്ച് ഇതിന്റെ പൾപ്പ് എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ ഈട്ടിയും തേക്കുമൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഈ പറയുന്ന കോണിഫറസ് പ്ലാന്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ വേൾഡിലെ പ്രധാനപ്പെട്ട പേപ്പർ മാനുഫാക്ചറിങ് കമ്പനികൾ, അതുപോലെ തന്നെ വുഡ് കട്ടിംഗ് ഇൻഡസ്ട്രീസ്, വുഡ് കട്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെയുണ്ട്. ഇതൊക്കെ കൂടുതലും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കോണിഫറസ് ഫോറസ്റ്റ് മേഖലകളിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. സോ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിന്റെ പൊസിഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെയോ ലേബർ സപ്ലൈ അല്ലേ, കൂടുതൽ ലേബർ, കൂടുതൽ തൊഴിലാളികൾ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ടും എന്ത് വെക്കുക, ഈ പറയുന്ന മാനുഫാക്ചറിങ്ങൾ ആരംഭിക്കുക. പിന്നെയോ എനർജി റിസോഴ്സ് സക്സസ്, നല്ല രീതിയിൽ കറണ്ടും വെള്ളവും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കില്ലേ മക്കളെ നമ്മൾ പൊതുവെ ഒരു മാനുഫാക്ചറിങ് പോയി തുടങ്ങുക. കറണ്ടും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ആരെങ്കിലും ഒരു കമ്പനി തുടങ്ങൂടാ? ഇല്ല. മെഷീൻസ് പ്രവർത്തിപ്പിക്കണം, മറ്റ് പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ അതിനൊക്കെ എനർജി വേണം. സോ എനർജിയുടെ അവൈലബിലിറ്റിയും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെയോ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരു കമ്പനിയിൽ എന്തോ സാധനം നിർമ്മിച്ചു, ഫോർ എക്സാമ്പിൾ എനിക്ക് സിമെന്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഞാൻ എൻ്റെ കമ്പനിയിൽ എന്താ പറയുക, സിമെന്റ് ഇങ്ങനെ ഉണ്ടാക്കി ചാക്കിൽ മല പോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിത് ആൾക്കാരെ വിട്ട് ചുമന്ന് നടന്നേ കൊണ്ടുപോയി ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റുള്ളൂ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? ബുദ്ധിയുള്ള ആരും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യില്ല. പിന്നെയോ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇഫക്റ്റീവായി നമുക്ക് ഈ സാധനത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാം, എത്ര ടയറുള്ള ലോറി ഇതിനടുത്തുകൂടെ നമുക്ക് ഓടിക്കാം, ഇതിനടുത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന്റെയും ട്രാൻസ്പോർട്ടേഷന്റെയും സാധ്യതകൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ മാനുഫാക്ചറിങ് തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങൾ ഉള്ള സ്ഥലത്ത് കൂടുതൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾ വരും. പിന്നെയോ ഗവൺമെന്റ് പോളിസി, ഒരു സ്ഥലത്ത് എന്താ
ഇൻസെന്റീവ് ഓഫർ ബൈ ഗവൺമെന്റ് ടു ലൊക്കേറ്റ് എ സ്പെഷ്യൽ ഏരിയ. നിങ്ങൾ ഗുജറാത്തിലൊക്കെയുള്ള എന്താ പറയുക സ്പെഷ്യൽ എക്കണോമിക് സോണുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോടാ? അത് ആ സ്ഥലങ്ങളിലെ പ്രത്യേകത, ആ സ്ഥലങ്ങളിൽ നിങ്ങൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ടിങ് കമ്പനികളിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ, അതായത് മാനുഫാക്ചറിങ് കമ്പനികൾ അവിടെ മാനുഫാക്ചറിങ് ചെയ്ത് ആ ഗുഡ്സ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടാക്സ് റിഡക്ഷൻ ഒക്കെ സർക്കാർ തരുന്നുണ്ട്. നല്ല രീതിയിൽ ടാക്സ് റിഡക്ഷൻ തരുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും സർക്കാർ ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി ആൾക്കാർ ചെല്ലും, കാര്യം ടാക്സ് റിഡക്ഷൻ കിട്ടുന്നു, മറ്റ് ഫെസിലിറ്റീസ് സർക്കാർ ഒരുക്കി തരുന്നു. സോ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് മാനുഫാക്ചറിങ് സെക്ടർ കാണാൻ സാധിക്കും. പിന്നെയോ അഗ്ലോമറേഷൻ ഓഫ് എക്കണോമീസ്, അല്ലേ? അതായത് എന്താണ് ഈ എക്കണോമി ഇങ്ങനെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ബെനിഫിറ്റ്സ് ഓഫ് ലൊക്കേറ്റിംഗ് നിയർ സിമിലർ ഇൻഡസ്ട്രീസ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു കാർ നിർമ്മാണ കമ്പനി നിർമ്മിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനടുത്തായിട്ട് ടയർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയും കൂടെ വന്നേക്കാം, ഗ്ലാസ് നിർമ്മിക്കുന്ന ഒരു കമ്പനി അതിനടുത്ത് വന്നേക്കാം. അങ്ങനെ വരുന്നത് കൊണ്ട് ഈ ഗ്ലാസ് നിർമ്മാണ കമ്പനിക്ക് എന്താ ഗുണം? അവരുണ്ടാക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഈ കാർ നിർമ്മാണ കമ്പനിക്കാർ വാങ്ങും. കാർ നിർമ്മാണ കമ്പനിക്ക് എന്താ ഗുണം? അവർക്ക് വളരെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഗ്ലാസ് കിട്ടും. ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പെപ്സി നിർമ്മിക്കുന്ന കമ്പനിയുടെ അടുത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാം, വേറൊരു അലുമിനിയം മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാം. സോ പെപ്സി നിറയ്ക്കാനുള്ള ബോട്ടിലുകൾ, അല്ലേ, അലുമിനിയം ക്യാനും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാം. സോ ഇത്തരത്തിലുള്ള ഒരു കുമിഞ്ഞുകൂടൽ, എന്താ പറയുക, ഒരു മാനുഫാക്ചറിങ് ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ റിലേറ്റഡ് മാനുഫാക്ചറിങ്ങൾ അതിന് ചുറ്റും വരാറുണ്ട് എന്നുള്ളതൊക്കെയാണ്. സോ ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ, ഒരു 3-4 ഓപ്ഷൻ തന്നിട്ട് എ 1 ഉള്ളി, ബി 1 and 2 ഉള്ളി, 3 ഉള്ളി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി എഴുതാൻ കഴിയണം. പിന്നെയോ സെക്കൻഡറി സെക്ടറിന്റെ ബെനിഫിറ്റുകൾ, അഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, വാല്യൂ അഡിഷൻ പോസിബിൾ ആണ്, അല്ലെ? വാല്യൂ അഡിഷൻ എങ്ങനെ പോസിബിൾ ആണ്? വളരെ ഈസിയാണ്. ആക്ച്വലി മാനുഫാക്ചറിങ് സെക്ടറിലെ വാല്യൂ അഡിഷൻ വളരെ പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, വെറുതെ ഇരിക്കുന്ന ഒരു ഷർട്ടിന് ഒരു വിലയാണ്. ഇതേ ഷർട്ടിൽ ഒരു ഫേമസ് കമ്പനിയുടെ ലോഗോ കയറി കഴിഞ്ഞാൽ അതിന്റെ വില വേറെയാണ്. അതേ ക്വാളിറ്റിയിൽ നിങ്ങൾ ലോഗോ ഇല്ലാത്ത ഒരു ഷർട്ട് അതേ പ്രൈസിന് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം നടക്കില്ല. കാര്യം അതിന് അത്രയും വാല്യൂ ഇല്ല എന്നുള്ളതാണ്. പീപ്പിൾ അങ്ങനെ തിങ്ക് ചെയ്യും, ഇതിന് ഇത്രയും വാല്യൂ ഇല്ല. അതേസമയം അതിലേക്ക് ഒരു ബ്രാൻഡിന്റെ സിമ്പൽ കയറി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എങ്ങോ പോയി. സോ വാല്യൂ അഡിഷൻ വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ മാനുഫാക്ചറിങ് സെക്ടർ. നിലവിലുള്ള ഡിസൈനിൽ നിന്ന് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂ ഡിസൈനിലേക്ക് നമ്മൾ തിങ്ങിനെ ചേഞ്ച് ചെയ്താൽ തന്നെ അവിടെ ഭയങ്കരമായ വാല്യൂ അഡിഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. സോ വാല്യൂ അഡിഷൻ ഈസ് ഈസിലി പോസിബിൾ. ജോബ് ക്രിയേഷൻ, അല്ലേ? ഒത്തിരി ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അല്ലേ? എപ്പോഴും മാനുഫാക്ചറിങ് സെക്ടറിലെ ആൾക്കാർ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഒന്ന്, അവർ കമ്പനികളിൽ കൂടുതൽ മികച്ച ടെക്നോളജീസ് യൂസ് ചെയ്യും. 2, ഇവരൊരു ടെക്നോളജി ഡെവലപ്മെന്റ് കമ്പനിയാണെങ്കിൽ ഇവർ മികച്ച ടെക്നോളജി കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇക്കണോമിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ, അല്ലേ? എന്താണ്, നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ റെഡ്യൂസ് റിലയൻസ് ഓൺ എ സിംഗിൾ ഇൻഡസ്ട്രി. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ നന്നായി ഉയർന്നു കഴിഞ്ഞാൽ ഈ മോണോപ്പൊളി ഏതെങ്കിലും ഒരു കമ്പനിയിൽ മാത്രം ആൾക്കാർ പിടിച്ചു നിൽക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പെപ്സി മാത്രമേ ഈ ലോകത്ത് കൂൾ ഡ്രിങ്ക്സ് ഇറക്കുന്നുള്ളൂ എങ്കിൽ ഒരു മോണോപ്പൊളിയാണ്. സോ പെപ്സി എത്ര ക്വാളിറ്റി കുറച്ച് ഇത് ഇറക്കി കഴിഞ്ഞാലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കണം എന്നുള്ളവൻ അത് വാങ്ങി കുടിച്ചേ പറ്റും. കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അത് വാങ്ങി കുടിച്ചേ പറ്റും. അവർ എത്ര പ്രൈസ് കൂട്ടിയാലും നമുക്ക് വാങ്ങി കുടിച്ചേ പറ്റും. എന്നാൽ പെപ്സിയോടൊപ്പം ഒരു കൊക്കക്കോള കൂടെ ഉള്ളത് കൊണ്ട് പെപ്സി പ്രൈസ് കൂട്ടിയാൽ നമ്മൾ കൊക്കക്കോളയിലേക്ക് ഷിഫ്റ്റ് ആവും. കാരണം പെപ്സിയും കൊക്കക്കോളയും ഓൾമോസ്റ്റ് ഒരേ രുചിയും ഗുണവും ഒക്കെയുള്ള സാധനമാണ്, അല്ലേ? സെവനപ്പും പിന്നെ സ്പ്രൈറ്റും ഏകദേശം ഒരേ രുചിയും കണ്ടന്റും ഒക്കെ ഉള്ള സാധനം. സോ ആൾക്കാർക്ക് ഒരു കമ്പനിയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ് ഈ സെക്കൻഡറി സെക്ടർ ബൂസ്റ്റ് ആകുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ഗുണം. എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി, നല്ല രീതിയിൽ നമുക്ക് ഈ വാല്യൂ ആഡ് ചെയ്ത ഗുഡ് ക്വാളിറ്റി സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പണം സമ്പാദിക്കാം. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, അല്ലേ? പൊതുവേ തന്നെ ഈ പറയുന്ന സെക്കൻഡറി സെക്ടറിന്റെ വികസനത്തിന് ഇൻഫ്രാസ്ട്രക്ചർ വളരെ അത്യാവശ്യമാണ്. ഇനി വലിയ വലിയ കമ്പനികളാണ്
ഈ പറയുന്ന സെക്കൻഡറി സെക്ടർ ലീഡേഴ്സായി നിൽക്കുന്നതെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യും, അവരുടെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ ടാറ്റ ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ടാറ്റ ഗ്രൂപ്പ്സ് അവരുടെ വില്ലേജ് പ്രത്യേകം വില്ലേജ് തന്നെയുണ്ട്. നമ്മൾ IIT ഒക്കെ വരുന്ന ഒരു വില്ലേജ് ഉണ്ടടാ, ജംഷഡ്പൂർ. ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ആ ബിസിനസ് മറ്റൊക്കെ ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റ്സിനും അവരുടെ മക്കൾക്കും ഒക്കെ ജീവിക്കാൻ വേണ്ടി കണക്കാക്കി ആ ഒരു ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലം തന്നെ ജംഷഡ്ജി ടാറ്റ അദ്ദേഹത്തിന്റെ ക്യാഷ് കൊണ്ട് നിർമ്മിച്ചെടുത്തതാ. അതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി, സർക്കാരായാലും മറ്റാരായാലും ഇൻഡസ്ട്രീസിന് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു കൊടുക്കും. ഇതുകൊണ്ട് ആ നാടിന് മൊത്തം ഗുണമാണ്. ട്രിവാൻഡ്രത്ത് ഒരു ലുലു മാള് വന്നതിന് ശേഷം ആ ഒരു ഭാഗത്തെ റോഡായാലും അതിന് ചുറ്റുമുള്ള ബിസിനസ് സ്ഥാപനങ്ങളായാലും ഒക്കെ എന്തുമാത്രം മെച്ചപ്പെട്ടു എന്നുള്ളത് ട്രിവാൻഡ്രംകാർക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ കമ്പനികൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മികച്ച എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡറി സെക്ടറിനെ കുറിച്ച് പറയാൻ സാധിക്കുക. നമുക്ക് ടെറിഷറി സെക്ടറിലേക്ക് പോവാടാ മക്കളെ. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സർവീസ് സെക്ടറാണ്. ഇന്ത്യയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം സർവീസ് സെക്ടറാണ്. നമ്മൾ സർവീസ് സെക്ടർ ഡിപ്പെൻഡന്റ് ആയ ഒരു എക്കണോമി തന്നെയാണ്. ഞാൻ പറഞ്ഞു, പ്രൈമറി സെക്ടർ കഴിഞ്ഞ് നമ്മൾ നേരെ ടെറിഷറിയിലേക്ക് ചാടിയ ടീംസാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ പല സർവീസുകളും ഭയങ്കരമായി ഇന്റർനാഷണൽ ഡിമാൻഡ് ഉള്ളവയാണ്. ഫോർ എക്സാമ്പിൾ നേഴ്സുമാർ, പ്രധാനമായിട്ടും മലയാളി നേഴ്സ് ഇന്റർനാഷണൽ അളവിൽ ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ ഇന്ത്യയിലെ IT മേഖലയിലെ വിദഗ്ധർ, ഇന്ത്യൻ ടീച്ചേഴ്സ്, ഇത്തരത്തിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഭയങ്കരമായി ഇന്റർനാഷണൽ ലെവലിൽ ഡിമാൻഡുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ ടെറിഷറി സെക്ടർ എന്തിലൊക്കെയാണ് നിൽക്കുന്നത്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, എന്റർടൈൻമെന്റ് ആൻഡ് മീഡിയ അല്ലേ. നമ്മളെ ഹെൽത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയോടാ, ഇന്ന് ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായി ഇന്ത്യയിൽ വളർന്നു വരികയാണ്. പൊതുവേ ഇന്ത്യയിലും അതിൽ തന്നെ കേരളത്തിലും നല്ല രീതിയിൽ ഇന്ന് ഈ പറയുന്ന ഹെൽത്ത് ടൂറിസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ആൾക്കാർ അവരുടെ ഹെൽത്തിന് വേണ്ടി, അവരുടെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി, സർജറികൾക്ക് വേണ്ടി, ജനറൽ ചെക്കപ്പിന് വേണ്ടി അവര് ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇങ്ങനെ വരുന്നവര് ചികിത്സ മാത്രമല്ല ചെയ്യുന്നത്, ചികിത്സയോടൊപ്പം തന്നെ അവരിവിടെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്, മറ്റു കാര്യങ്ങളിൽ അവര് മറ്റ് എക്കണോമിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. സോ ഇത് നമ്മുടെ സർവീസ് സെക്ടറിൽ മാത്രമല്ല മറ്റ് പല സെക്ടറുകളിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. പിന്നെയോ എഡ്യൂക്കേഷൻ, ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ വളരെ മികച്ച എഡ്യൂക്കേഷൻ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റ് പല കൺട്രികളിൽ നിന്നും ആൾക്കാർ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീച്ചേഴ്സ് വിദേശത്തേക്ക് പോകുന്നുണ്ട് ക്ലാസ് എടുക്കാനായി. പല സ്കൂളുകളും ഇന്ത്യൻ ടീച്ചേഴ്സായി നിയമിക്കുന്നുണ്ട്. പിന്നെ ഫിനാൻസ് ഇല്ലേ, ഇന്ത്യൻ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ, പിന്നെ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഇന്ത്യയിലെ ടൂറിസം മേഖല, ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സർവീസ് സെക്ടറുകളാണ്. പിന്നെയോ എന്റർടൈൻമെന്റ് ആൻഡ് മീഡിയ ഇല്ലേ, സിനിമകളായാലും മറ്റൊക്കെ ആയാലും ഇപ്പം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഇന്തോനേഷ്യയിലും ഒക്കെ നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെയോ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ട്രേഡ്, IT സർവീസസ് അല്ലേ, കമ്പ്യൂട്ടർ, IT, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, പ്രൊഫഷണൽ സർവീസസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, നിങ്ങൾക്ക് വായിക്കാം. ഈ കാണുന്നവയൊക്കെ ഇന്ത്യയുടെ സർവീസ് സെക്ടറിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ചില ആൾക്കാർ മാത്രമാണ്. ഓർക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ എക്സ്പോർട്ടിൽ സർപ്ലസ് ആയ ഒരു കൺട്രിയാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഷറി സെക്ടർ. ഈ ടെറിഷറി സെക്ടറിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഹൈ ഡിമാൻഡ് ഫോർ സർവീസിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്, അത് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. സോ സർവീസ് സെക്ടറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കൂടുതൽ GDP ഉയർത്താനും സാമ്പത്തികമായി കൂടുതൽ മുന്നേറാനും ഏതൊരു രാജ്യത്തിനും സാധിക്കും. പിന്നെയോ IT ബൂം ഡ്യൂ ടു സ്കിൽഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് വർക്ക് ഫോഴ്സ്. ഇന്ത്യയിൽ IT ബൂം സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ബോംബെയിലായാലും ബാംഗ്ലൂരായാലും ഈവൻ ട്രിവാൻഡ്രത്തായാലും അല്ലേ,
നമുക്ക് ടെക്നോ പാർക്കുകൾ, IT പാർക്കുകളൊക്കെ കാണാം. ഈ IT പാർക്കിലും ടെക്നോ പാർക്കിലും ഒക്കെ വിദേശ രാജ്യങ്ങൾ വന്ന് കമ്പനികൾ തുടങ്ങുക. എന്തുകൊണ്ടാ? കാര്യം ഇവിടെ സ്കിൽഡ് ആയ വർക്ക് ഫോഴ്സ് ഉണ്ട്. അവർ ഇംഗ്ലീഷ് സംസാരിക്കും, ചെയ്യുന്ന വർക്ക് നന്നായി ചെയ്യും. ലേബർ മറ്റ് രാജ്യങ്ങളിൽ ഒരു അമേരിക്കൻ പൗരന് കൊടുക്കുന്നതിന്റെ വളരെ നിസ്സാരമായ ഒരു അംശം മാത്രം ഇന്ത്യയിൽ കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ടാണ്. എനിവേ IT സെക്ടർ നന്നായി ഇന്ത്യയിൽ ബൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ലീഡർ ഇൻ ഔട്ട്സോഴ്സിങ് അല്ലേ? നമ്മുടെ സ്കിൽഡ് ആൾക്കാരെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ഇന്ത്യ തന്നെയാണ്. മെഡിക്കൽ ടൂറിസം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സർവീസ് സെക്ടർ. നോക്കടാ മക്കളെ, നമുക്ക് ഈ സർവീസ് സെക്ടറിനെ രണ്ടായി തിരിക്കാം. ഒന്ന് മാർക്കറ്റ് സർവീസ് സെക്ടർ, രണ്ട് നോൺ മാർക്കറ്റ് സർവീസ് സെക്ടർ. മാർക്കറ്റ് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വിൽക്കാനുള്ള സാധനങ്ങളെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട സർവീസുകൾ. ഉദാഹരണത്തിന് ട്രേഡ് അല്ലേ, വിറ്റ് ക്യാഷ് വാങ്ങുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ, അത് വിൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ദെൻ ഫിനാൻസ് മാർക്കറ്റിംഗ് സെക്ടറിൽ പെടുന്നതാണ്. ബിസിനസ് സർവീസ്, പേഴ്സണൽ സർവീസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായി. റിയൽ എസ്റ്റേറ്റ്, ഫുഡ്, ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ. ഇനി എന്താണ് നോൺ മാർക്കറ്റിംഗ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് തന്നെയാണ്. ഇതൊരു ജനറൽ സർവീസ് ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരാളിന് ഇപ്പോൾ ഒരു കച്ചവടം പോലെ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. ഇത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ, ഗുഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ സർവീസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ഹെൽത്ത് ഒരു സർവീസാണ്. നമ്മൾ ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതല്ല. നമ്മൾ ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു തലത്തിൽ ചിന്തിച്ച് പറയാം, ഓക്കെ അറിവ് ഞാൻ വിൽക്കുന്നു, നീ വാങ്ങുന്നു എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അയാളുടെ ഹെൽത്ത് നന്നാക്കുക, അയാളുടെ എന്താ പറയുക ഫിറ്റ്നസ് സർവീസ് നമ്മൾ നടത്തുക അല്ലേ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സർവീസ് നടത്തുക. ഇതൊക്കെ നോൺ മാർക്കറ്റ് ബേസ് അഥവാ സാമഗ്രികളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട സെക്ടർ അല്ല എന്നുള്ളതാണ്. സോ മാർക്കറ്റ് സർവീസ് സെക്ടർ എന്നും നോൺ മാർക്കറ്റ് സർവീസ് സെക്ടർ എന്നും നമുക്ക് സർവീസ് സെക്ടറിനെ രണ്ടായി തിരിക്കാം. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സെക്ടർ, ഏതൊക്കെയാണ് നോൺ മാർക്കറ്റിംഗ് എന്ന്. പിന്നെയോ സർവീസ് സെക്ടറിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് മക്കളെ? എക്കണോമിക് ഗ്രോത്ത് അല്ലേ? നമ്മുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഇയാൾ. എംപ്ലോയ്മെന്റ് ജനറേഷൻ, നല്ല രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നോവേറ്റീവ് ആൻഡ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് തിങ്സ് വരുന്നുണ്ട് അല്ലേ? സർവീസ് സെക്ടറിന്റെ ഉന്നമനത്തിനായി നമ്മൾ നല്ല ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ എത്ര പൈസ ചെലവാക്കിയാലും കുഴപ്പമില്ല, പുറത്തുനിന്ന് നല്ല നല്ല ടെക്നോളജികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള നമ്മുടെ ബുദ്ധിയുള്ള ആൾക്കാര്, സയന്റിസ്റ്റുമാര്, വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പുതിയ പുതിയ നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒക്കെ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് ഒക്കെ. സ്പെഷ്യലൈസേഷൻ ആൻഡ് എക്സ്പെർട്ടീസ് അല്ലേ? സർവീസ് സെക്ടറിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിലെ എക്സ്പെർട്ടീസും സ്പെഷ്യലൈസേഷനും വർദ്ധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എക്സ്പെർട്ടീസും സ്പെഷ്യലൈസേഷനും വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റിയും കൂടും എന്നുള്ളതാണ്. നമ്മുടെ ഈ കൺട്രിയിലെ ഏണിംഗും കൂടും, മറ്റൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് നേടാവുന്ന ഏണിംഗും കൂടും എന്നുള്ളതാണ്. പിന്നെന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ അല്ലേ? സർവീസ് സെക്ടറിൽ നല്ല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, എന്താണ്? ആൾക്കാരുടെ വെൽബീയിങ്ങിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സർവീസ് സെക്ടർ. ഫോർ എക്സാമ്പിൾ, ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സർവീസ് സെക്ടറാണ്. നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റൽ സെക്ടർ നന്നായി വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്ത് നന്നായി വളരും. ടീച്ചിങ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് സെക്ടറാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ നന്നായി വളർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ പീപ്പിളിനെ എന്ത് ചെയ്യും? പോസിറ്റീവ്ലി അഫക്ട് ചെയ്യും അല്ലേ? അതാണ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. പിന്നെയോ ഗ്ലോബൽ മാർക്കറ്റ് പ്രസൻസ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു പീപ്പിൾ ഉള്ള ഒരു കൺട്രി എന്ന് പറയുമ്പോൾ ഈ കൺട്രിയിലെ ആൾക്കാരെ ഗ്ലോബൽ മാർക്കറ്റിന് ആവശ്യമുണ്ട്, അവരെടുക്കും. ഫ്ലെക്സിബിൾ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ മറ്റ് മാനുഫാക്ചറിങ് സെക്ടറിനെ പോലെയോ മറ്റൊന്നും അല്ല. പല സർവീസ് സെക്ടർ ജോബുകളും ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, നമുക്ക് വർക്ക് ഫ്രം ഹോമായി ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്നു, ഞാൻ വർക്ക് ഫ്രം ഹോമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെ സർവീസ് ജോലികൾ ചെയ്യാൻ നമുക്ക് കാണാം, അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിലിരുന്ന് ചെയ്യാമെന്നുള്ളതാണ്. ദെൻ ഇതിനും ചില ദൂഷ്യവശങ്ങളുണ്ടാ. എന്തൊക്കെയാണ്? ഒന്ന്, ഓവർ റിലയൻസ് ഓഫ് സർവീസസ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സർവീസ് സെക്ടറിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അതിനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇന്റർനെറ്റിന് ഒരു തകരാറ് സംഭവിക്കുന്നു. ഇറ്റ് വിൽ അഫക്റ്റ് അവർ GDP. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഇന്റർനെറ്റ് ഇല്ല എങ്കിൽ രാജ്യത്ത് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവീസ് സെക്ടർ എല്ലാം തകരാറിലാവും. 2 ദിവസത്തെ ഈ പ്രൊഡക്ഷൻ കുറയുന്നത് നമ്മുടെ GDP ഭയങ്കരമായി ബാധിക്കും. അതുപോലെ പല കാര്യങ്ങൾക്ക് നമ്മൾ വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. സോ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ട്. പിന്നെന്താണ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ്. സർവീസ് സെക്ടറിൽ തന്നെ വളരെ താഴ്ന്ന വേതനം വാങ്ങുന്നവരും ഉയർന്ന വേതനം വാങ്ങുന്നവരും ഉണ്ട്. സോ ചിലർക്ക് ഒരേ ജോലിയിൽ തന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കും കൂടിയ ആൾക്കും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് സാലറി. അപ്പൊ ഇങ്ങനെയുള്ള അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട്. ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെക്ടറിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നതിനനുസരിച്ച് ആൾക്കാരുടെ തൊഴിൽ സാധ്യത അവിടെ മങ്ങുകയാണ്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ വന്നതോടുകൂടി എന്തുമാത്രം തൊഴിലുകളാണ് ഇല്ലാതായത്. AI വന്നപ്പോൾ എന്തുമാത്രം തൊഴിലുകളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ വന്നപ്പോ നിലം കിളച്ചുകൊണ്ടിരുന്ന എത്ര ആൾക്കാരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടതല്ലേ. സോ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ഇത് ഒരുതരം അൺഎംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പിന്നെ സ്കിൽ ആൻഡ് ട്രെയിനിങ് റിക്വയർഡ്. പ്രൈമറി സെക്ടറിൽ ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല ഈ പറയുന്ന സെക്കൻഡറി സെക്ടർ. ഇറ്റ് നീഡ് സം സ്കിൽ. സോഫ്റ്റ് സ്കില്ലുകളും ഹാർഡ് സ്കില്ലുകളുമായി പലതരം സ്കിൽസ് ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലേ, സർക്കാരിന്റെ തീരുമാനങ്ങൾ, പോളിസികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്ലോബൽ എക്കണോമി, ഇതൊക്കെ ആരെ അഫക്ട് ചെയ്യും? സർവീസ് സെക്ടറിനെ അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ടാക്സ് ഇളവ് പ്രഖ്യാപിക്കുന്നു എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഡിമാൻഡ് കൂടും. അപ്പൊ കൂടുതലായി ഈ സാധനം മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൂടും. സോ മാനുഫാക്ചറിങ് സെക്ടറിനെ ഇത് ബാധിച്ചു. സോ കൂടുതലായി മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും മറ്റും ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സെക്ടറിനെ ഇത് ബാധിച്ചു. ദെൻ ഈ സാധനം സെല് ചെയ്യുന്നത് അതും സർവീസാണ്. ഈ പറയുന്ന പീപ്പിൾ ഇന്ററാക്ഷൻ, മറ്റു കാര്യങ്ങൾ, ഇതിന്റെ അഡ്വർടൈസിങ് കാര്യങ്ങൾ, ഇതൊക്കെ സർവീസുകളാണ്. സോ സർവീസ് സെക്ടറിൽ ഭയങ്കര ഒരു ബൂം ഉണ്ടായി. നേരെ മറിച്ച് എന്താ പറയാ, ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇളവുകളൊക്കെ സർക്കാർ എടുത്ത് കളയുന്നു എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സർവീസ് സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടർ താഴേക്ക് പോകും. അവിടെ ഒറ്റ താഴ്ചയുള്ളൂവെങ്കിൽ സർവീസ് സെക്ടറിൽ പല മേഖലകളിൽ താഴ്ച ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ മേഖല കുറയും, വിൽപ്പന സ്ഥാപനങ്ങളുടെ എണ്ണം കുറയും, അവിടെ സ്റ്റാഫുകളുടെ എണ്ണം കുറയും. ഒത്തിരി രീതിയിൽ സർവീസ് സെക്ടറിനെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ലാത്ത, സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ വിദേശത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം, ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ സർവീസിനെ ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ചാലഞ്ചടാ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ടാൻജിബിൾ ഔട്ട്കം. കൂടുതൽ സർവീസ് സെക്ടറിലും നമുക്ക് തൊട്ടു നോക്കാൻ കഴിയുന്ന ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ GDP ഒക്കെ നോക്കുമ്പോൾ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി എന്ന് പറയും അല്ലേ. സോ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത്രയും ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. സോ ഈ സാധനങ്ങളൊക്കെ അടുത്ത വർഷം നമുക്കൊരു ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്നാൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ സർവീസ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സർവീസ് ഇല്ല. എല്ലാ സർവീസും കൺസംഷൻ ഗുഡാണ്. സോ ടാൻജിബിൾ ആയിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. GDP ഈ വർഷം ഗ്രോത്ത് ഉണ്ട്, പക്ഷെ അടുത്ത വർഷത്തേക്ക് ഇതൊരു ആടപ്പായി നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ടാൻജിബിൾ ഔട്ട്കം നമുക്ക് ഇതിനകത്ത് കുറവാണെന്നുള്ളതാണ്. പിന്നെ കസ്റ്റമർ സർവീസ് ചാലഞ്ച്. ഈ സർവീസ് സെക്ടറിന്റെ പ്രത്യേകത, സർവീസ് സെക്ടർ പ്രധാനമായും സർവീസിൽ അടിസ്ഥാനമായിട്ടാണ്. അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഒന്നുമില്ലടാ, നമ്മുടെ ഒരു സർവീസ് സെക്ടറിൽ മേഖലയിൽ നമ്മളൊരു ബിസിനസ് നടത്തുന്നു, കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് നിരത്തി കിട്ടിയാൽ തന്നെ നമ്മുടെ ബിസിനസ് മൂക്കും കുത്തി താഴെ വീഴാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇന്ത്യയുടെ ഒരു ഷിഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സാധാരണ രാജ്യങ്ങളൊക്കെ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും ഇൻഡസ്ട്രിയിൽ നിന്ന് സർവീസ് സെക്ടറിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇന്ത്യ അഗ്രികൾച്ചറിൽ നിന്ന് നേരെ സർവീസ് സെക്ടറിലേക്ക് ഒരു ജമ്പിങ് ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ ഇന്ത്യയുടെ ഈ പറയുന്ന സർവീസ് സെക്ടർ ഗ്രോത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഈ പറയുന്ന റെഡ് കോളർ ജോബും ബ്ലൂ കോളർ ജോബും ഒന്നും ചെയ്യാൻ തയ്യാറാവില്ല. സോ നമ്മൾ ഈ പറയുന്ന വൈറ്റ് കോളർ ജോബിലേക്കൊക്കെ ജമ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ IT സെക്ടറിന്റെ ബൂമും മറ്റുമൊക്കെ ഇന്ത്യയുടെ സർവീസ് സെക്ടറിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ കുറച്ച് താഴെയാണടാ. നമ്മളെ മാനുഫാക്ചറിങ് സെക്ടർ താഴെ പോകാനുള്ള റീസൺസിൽ
പ്രധാന റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് ലൈസൻസ് രാജാണ്. അതായത് ലൈസൻസ് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ബിസിനസ് തുടങ്ങണമെങ്കിലും നമുക്ക് ലൈസൻസ് വേണം. ആക്ച്വലി ലൈസൻസിലൂടെ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? ആരൊക്കെയാണ് ബിസിനസ് തുടങ്ങേണ്ടത് എന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. എത്രത്തോളം പ്രൊഡക്ഷൻ ഒരു വർഷം നടത്തണം എന്നുള്ളത് നിയന്ത്രിക്കാൻ സാധിക്കും. എത്രത്തോളം ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളത് സർക്കാരിന് നിയന്ത്രിക്കാനാകും. എത്രമാത്രം ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാൻ സാധിക്കും? സർക്കാരിന് നിയന്ത്രിക്കാൻ സാധിക്കും. സോ ഈ പറയുന്ന എല്ലാ മേഖലകളിലും സർക്കാരിനൊരു ഗ്രിപ്പ് കൊടുക്കുന്ന സാധനമാണ് ലൈസൻസ് എന്ന് പറയുന്നത്. സോ സർക്കാർ തീരുമാനിക്കുകയാണ് ഈ വർഷം ഈ രാജ്യത്ത് കാർ മാനുഫാക്ചറിങ് കമ്പനികൾ 2 മതി എന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ 10 ആൾക്കാർ കാർ മാനുഫാക്ചറിങ് തുടങ്ങാൻ റെഡിയായി വരികയാണ്. പക്ഷെ സർക്കാർ അവർക്ക് പ്രിയപ്പെട്ട 2 പേർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള 8 പേർക്കും മാനുഫാക്ചറിങ് തുടങ്ങാൻ കഴിയില്ല, അല്ലേ? അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും ലൈസൻസും അപ്രൂവലും വേണം എന്ന് വരുമ്പോൾ ആൾക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ലടാ, ബിസിനസ്സും മറ്റൊന്നും തുടങ്ങാൻ കഴിയില്ല. ഈ സർക്കാർ നൽകുന്ന ലൈസൻസിന് അടിസ്ഥാനമായി മാത്രമേ ചെയ്യാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരെന്ത് ചെയ്യും? മടിക്കും. തുടർന്ന് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മടിക്കും. പകരം അവരെന്ത് ചെയ്യൂടാ, അവര് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. സോ ലൈസൻസ് രാജ്യം ഒരു വലിയ ഇഷ്യൂ ആണ് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ അധികം വളരാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെയാണ് ലിമിറ്റഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന രാജ്യമല്ല നമ്മുടേത്. ഇപ്പൊ അത്യാവശ്യമുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ടുണ്ട്. നമ്മൾ ട്രെൻഡിനകത്ത് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫോർ പ്രൈവറ്റ് ഇൻഡസ്ട്രി. ഇവിടെ പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ട സപ്പോർട്ട് കുറവാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് ഇല്ലേ, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും ടോപ്പ് നോച്ച് ഒന്നും അല്ല. പിന്നെ എന്താണ് ലേബർ റെഗുലേഷൻസ്. ഇവിടെ ഒരുപാട് ലേബർ റെഗുലേഷൻസ് ഉണ്ട്. സ്കിൽ ഗ്യാപ്പ്, സ്കില്ലുള്ള ആൾക്കാരുടെ അപര്യാപ്തതയുണ്ട്. ലാൻഡ് അക്വിസിഷൻ ഡിലേ. ഈ ലാൻഡ് അക്വിസിഷൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു എന്താ പറയാ, ഇപ്പൊ കേരളത്തിലൊക്കെ ലാൻഡ് അക്വിസിഷൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ മാത്രമല്ലടാ, സ്വതന്ത്രാനന്തരം തന്നെ നമ്മൾ ലാൻഡ് അക്വിസിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അന്നും നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ്. ശരി, ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആൾക്കാർ സ്ഥലങ്ങളൊന്നും വിട്ടുകൊടുക്കാറില്ല എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇവിടെ ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ വളരെ ചീപ്പായ വിലയ്ക്ക് നമുക്ക് പുറത്തു നിന്നുള്ള സാധനങ്ങൾ, പ്രധാനമായും ചൈനയിൽ നിന്നും മറ്റൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെയോ ഇമ്പാക്ട്. ഈ സർവീസ് സെക്ടറിന്റെ ഇമ്പാക്റ്റുകളാണ്, ടെറിഷറി സെക്ടർ, സർവീസ് സെക്ടറിന്റെ ഇമ്പാക്റ്റുകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മാനുഫാക്ചറിങ് സെക്ടർ ഇന്ത്യയിൽ കുറയാൻ കാരണം. എന്നാൽ ഇതിന്റെ ഒന്നും അധികം ആവശ്യമില്ലാത്ത സാധനമാണ് സർവീസ് സെക്ടർ. സോ അത് വളർന്നു എന്നുള്ളതാണ്. സർവീസ് സെക്ടറിന്റെ ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു. GDP-യിൽ ഭയങ്കരമായുള്ള വളർച്ച ഉണ്ടായി. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് നൽകാൻ സാധിച്ചു. ലോ സർവീസ് സെക്ടർ കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നുണ്ട് എങ്കിലും അൺലൈക്ക് ഗ്ലോബൽ ആവറേജിന് അത്ര ഇല്ലെന്നാ പറയണേ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ എന്താണ്, മാനുഫാക്ചറിങ്ങിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പിന്നീട് പറയുന്ന പോയിന്റ്. കാര്യം ഈ ഒരു സർവീസ് സെക്ടറിലെ ഈ ബൂമിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിലെ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളതാണ്. അതിനി നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അവസാനമായിട്ടടാ കോർട്ടേണറി സെക്ടർ. കോർട്ടേണറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, നോളജ് ബേസ്ഡ് ആണ്. ടെറിഷറി സെക്ടർ സർവീസ് സെക്ടർ തന്നെയാണ്. അതുകൊണ്ട് ഓവർലാപ്പിംഗ് ഉള്ള സാധനമാണ്. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ടീച്ചർ, റിസർച്ചേഴ്സ്, IT പ്രൊഫഷണൽസ്, കൺസൾട്ടൻസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഇങ്ങനെയുള്ള സർവീസുകളെ നമ്മൾ പ്രത്യേകം വിളിക്കുന്ന പേരാണ് കോർട്ടേണറി സെക്ടർ അഥവാ നോളജ് എക്കണോമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് എനേബിൾസ് ഇന്നവേഷൻ, അല്ലേ? നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നല്ല രീതിയിൽ ഇന്നവേഷൻസ് ഉണ്ടാവും ആ മേഖലയിൽ. മറ്റ് സെക്ടേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. ഹൈ സ്കില്ലായിട്ടുള്ള ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടും. നോളജ് കൂട്ടുന്നതിന് ഇത് സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ സ്കില്ലുള്ളവർക്ക് മാത്രമേ ഈ സെക്ടറിനകത്ത് ജോലി നേടാൻ കഴിയൂ എന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ വേണം.
ടാഞ്ചിബിൾ ഗുഡ് ഉണ്ടാക്കുന്നില്ല, മുതലായ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകുമെന്നുള്ളതാണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, വായിച്ചു നോക്കുക, സിമ്പിൾ. പിന്നെ ക്വാർട്ടർണറി സെക്ടറിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ. സിമ്പിളാണടാ, വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ സർവീസ് സെക്ടറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന ക്വാർട്ടർണറി സെക്ടറിനകത്ത് നമ്മൾ പറയുന്നത്. പക്ഷെ ക്വാർട്ടർണറി സെക്ടർ എന്നൊരു സാധനം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ലീഡർഷിപ്പ്, ഗവർണൻസ്, സോഷ്യൽ വെൽബീയിങ്, എഡ്യൂക്കേഷൻ മുതലായ ഇന്റലക്ച്വലായി ചെയ്യുന്ന സർവീസുകളൊക്കെ എന്താണ്? ക്വാർട്ടർണറി സെക്ടർ ആണ് എന്നുള്ളത്. സോ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓർഗനൈസ്ഡ് ഓർ അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് ആണോ അൺഓർഗനൈസ്ഡ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതായി നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിലെ സെക്ടറുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണടാ? സംഘടനകളുള്ള, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്നായി നിൽക്കുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഉള്ള മേഖലയാണ് ഓർഗനൈസ്ഡ് സെക്ടർ. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ? ബാർ കൗൺസിൽ പോലെയുള്ള സാധനങ്ങളുണ്ട്, പ്രസ് കൗൺസിൽ പോലെയുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാം ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. സോ ഓർഗനൈസ്ഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണടാ? ജോബ് സെക്യൂരിറ്റി അല്ലേ? ഉറപ്പല്ലേ? ഒരാളിനെ അകാരണമായി പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ ഇടപെട്ടിട്ട് അതിനെ ചോദ്യം ചെയ്യും. സോ ഏറെക്കുറെ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ബെനിഫിറ്റുകൾ കിട്ടും, ഗ്യാരണ്ടീഡ് വർക്ക് ഗ്യാരണ്ടിയാണ്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. രജിസ്റ്റേർഡ് ആൻഡ് റെഗുലേറ്റഡ്, ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കും, സർക്കാർ റെഗുലേറ്റ് ചെയ്യുന്നതായിരിക്കും, ലേബർ ലോസ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് എന്താണ്? സ്കൂൾ ടീച്ചേഴ്സ്, ഹോസ്പിറ്റൽ എംപ്ലോയീസ്, ഇവരൊക്കെ ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഭാഗമാണ്. എന്നാൽ നേരെ മറിച്ച് അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോഴോടാ, അവിടെ ആൾക്കാർ ഓർഗനൈസ്ഡ് അല്ലടാ. ഉദാഹരണത്തിന് വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലികൾ, ചില ആൾക്കാർ വീട്ടിലിരുന്ന് എന്തോ ചെറിയ കൈപ്പണി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്നു, അച്ചാറുണ്ടാക്കി കുപ്പിയിലാക്കി വിൽക്കുന്നു. ഇവരൊന്നും ഓർഗനൈസ്ഡ് അല്ലടാ. ഇവിടുത്തെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ലോ വേജ്, അവർക്ക് കുറച്ച് ക്യാഷ് കിട്ടുന്നുള്ളൂ, ഇൻസെക്യൂരിറ്റി അല്ലേ? അവർ ഏതെങ്കിലും ഒരു കടയെ ഡിപ്പെൻഡ് ചെയ്ത് സാധനം വിറ്റുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരു ദിവസം കടക്കാരൻ പറയുന്നു, നാളെ മുതൽ ഞാൻ നിങ്ങളുടെ സാധനം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ലോ വേജ്, ഇറഗുലർ എംപ്ലോയ്മെന്റ്, പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല, സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ സർക്കാരിന് ബെനിഫിറ്റുകൾ ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓവർ 60% ഓഫ് ദ നാഷണൽ ഇൻകം ഈസ് കമ്മിങ് ഫ്രം ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. 60% നാഷണൽ ഇൻകവും വരുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നാണ്. ഓക്കെ, എക്സാമ്പിൾ ഹോം ബേസ്ഡ് വർക്കുകളൊക്കെയാണ്. അവസാനം ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്ന മക്കളെ, അവസാനമായിട്ട് പറയാവുന്നത് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ എന്താണടാ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന, അഥവാ ഗവൺമെന്റ് വഴി പബ്ലിക് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പബ്ലിക് സെക്ടറുകൾ. എക്സാമ്പിൾ എന്തൊക്കെയാണടാ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് സ്കൂൾ എക്സെട്ര. ദെൻ പ്രൈവറ്റ് സെക്ടർ എന്താണ്? ആൾക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ. ഓക്കെ, ദെൻ ഈ പബ്ലിക് സെക്ടറിനകത്ത് തന്നെ നോൺ പ്രോഫിറ്റ് മോട്ടിവേറ്റഡ്, ഫണ്ടഡ് ബൈ ടാക്സസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. പ്രോഫിറ്റ് അല്ല അവരുടെ ലക്ഷ്യം. ഗവൺമെന്റ് സ്കൂൾ നടത്തുന്നത് കൊണ്ട് ലാഭമല്ല അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്, ഒരു സർവീസായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? കുറച്ച് നഷ്ടം വന്നു കഴിഞ്ഞാലും സമൂഹത്തിന്റെ ഒരു ഉന്നമനത്തിനൊക്കെ വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ അതേസമയം പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും പ്യൂർലി എന്താണ്? പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ദെൻ ഇതിന് പുറമെ നമ്മുടെ എക്കണോമിക്സിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ചില സെക്ടറുകൾ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോടത് പറഞ്ഞിരുന്നു. പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ. സോ ഇതിൽ ആ സെക്ടറുകളിൽ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂടാ. ഈ കമ്പനികൾ, എല്ലാ കമ്പനികളും പ്രൈവറ്റ് സെക്ടറാണ്. എല്ലാ കമ്പനികളും പ്രൈവറ്റ് സെക്ടറാണ്. എല്ലാ കമ്പനികളും പ്രൈവറ്റ് സെക്ടറാണ്. അതുപോലെ മനുഷ്യന്മാരെല്ലാം ഹൗസ് ഹോൾഡ് സെക്ടറാണ്. ഓക്കെ, ഉദാഹരണത്തിന് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെക്ടറാണ്. പക്ഷേ യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി എന്താണ്?
ഹൗസ് ഹോൾഡ് സെക്ടർ ആണ് എന്നുള്ളതാണ്. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നാണ് പ്രൈവറ്റ് സെക്ടറിലേക്ക് എന്ത് കിട്ടുന്നത്? മൂലധനം, ക്യാപിറ്റൽ കിട്ടുക. ഈ ക്യാപിറ്റലിന് പകരം തിരിച്ച് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇൻട്രസ്റ്റ് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നുണ്ട്. എംപ്ലോയ്മെന്റ്, ഹൗസ് ഹോൾഡിൽ നിന്നുള്ള ആൾക്കാരാണ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ജോലി ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് പകരം എംപ്ലോയിക്ക് എന്ത് കിട്ടുന്നുണ്ട്? വേജ് കിട്ടുന്നുണ്ട്, വേജ്. ദെൻ ലാൻഡ്, ഭൂമി ഹൗസ് ഹോൾഡിലെ ഒരാളാണ് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുക. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെക്ടർ എന്നും പറയാം, പ്രൊഡക്ഷൻ സെക്ടറിന് കൊടുക്കുക. ആ ലാൻഡിന് എന്ത് കിട്ടുന്നുണ്ട്? ഇയാൾക്ക് തിരിച്ച് റെന്റ് കിട്ടുന്നുണ്ട്. ഫൈനലി ഈ ബിസിനസ് ഒക്കെ നടത്തുന്നത് ഒരു ഓർഗനൈസർ ആയിരിക്കും. ഓർഗനൈസർ എന്നോ എന്റർപ്രണർ എന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം. അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള മേഖലയുണ്ട്. എന്താണ്? പ്രൊഡക്ഷൻ സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ, then ഹൗസ് ഹോൾഡ് സെക്ടർ. ഇതിലേക്ക് സർക്കാരിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ഗവൺമെന്റ് സെക്ടറായി. ഇമ്പോർട്ട് എക്സ്പോർട്ട് കൂടെ ഉൾക്കൊള്ളുമ്പോൾ ഇത് എന്തായിടാ? എക്സ്റ്റേണൽ സെക്ടർ കൂടെ ആയി എന്നുള്ളതാണ്. സോ നമ്മൾ എക്കണോമിയുടെ നാഷണൽ ഇൻകത്തിന്റെയും മറ്റുമൊക്കെ പഠനത്തിന് വേണ്ടി എടുക്കുന്ന സെക്ടറുകളാണ് ഈ പറയുന്ന സെക്ടർ. പ്രൈവറ്റ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിയുടെ സെക്ടറുകളെ കുറിച്ച് പറയാനുള്ളത്. സോ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക. അങ്ങോട്ട് പഠിക്കുന്ന സമയത്തും ന്യൂസുകൾ വായിക്കുന്ന സമയത്തും PYQs ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഈ സെക്ടറുകളുടെ കാര്യം മനസ്സിൽ വെച്ച് ചെയ്യുക. അപ്പോൾ നല്ലൊരു മറ്റു വീഡിയോയുമായി ഇനി അടുത്ത് കാണുന്നത് വരെ ബൈ.